വാക്കുകൾ ഇല്ല ഇല്ല. എന്നുള്ളം ആഴമാ വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ഈറനീലാവാനിൽ കാണും കൈപ്പത്തി മേഘവും ഈറനീലാവാനിൽ കാണും കൈപ്പത്തി മേഘവും എന്റെ ദൈവത്തിൻ വാക്കുകളാം വന്മാരി ചൊരിഞ്ഞിടും. എന്റെ ദൈവത്തിൻ വാക്കുകളാം വന്മാരി ചൊരിഞ്ഞിടും. ആഴമാ വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ജസ്റ്റിൻ സൗണ്ട് ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ താങ്ക് യു. ഓക്കെ ജമസ്യ ഡൺ. ഓക്കെ ഓക്കെ. വിത്തിൻ 1 minute നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കും. ജസ്റ്റിൻ റെഡി ആണല്ലോ? ക്രിസ്റ്റഫർ അങ്കിൾ ഓക്കെ. ജസ്റ്റിൻ പ്രൈസ് ഗോഡ്. ജസ്റ്റിൻ ഓക്കെ അല്ലേ? തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോ. ഓക്കെ. പ്രൈസ് ലോർഡ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബേർഷേബ നെടുങ്ങാടപ്പള്ളി സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫോക്കസ് ഡോക്ട്രിനൽ എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടും നിശ്ചലമായി പോയ ഈ സമയങ്ങളിൽ തുടർമാനമായി പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ സഭയായി അവസരം ലഭിക്കുവാനിടയായി. ഇത് തുടർമാനമുള്ള പ്രാർത്ഥനയുടെ 80ാമത്തെ ദിവസമാണ്. അതിൽ തന്നെ മിക്ക തിങ്കളാഴ്ചകളിലും ഫോക്കസ് എന്ന നാമധേയത്തിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് യുവാക്കൾക്കും ഈ കാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അനേക ചോദ്യങ്ങൾ, വചനപരമായ അനേക ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് രാത്രിയും അങ്ങനെ ഒരുക്കപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു.
ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധാനം അടുത്തു വരുവാൻ സർവശക്തൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിപാലനത്തിനും ദയയ്ക്കും ഞങ്ങളുടെ മേൽ അളവില്ലാതെ പകരപ്പെട്ട അങ്ങയുടെ മഹാകൃപകൾക്കുമായി സ്തോത്രം. പാപത്തിന്റെ അഗാധ കൂപത്തിനകത്ത് വലിച്ചെറിയപ്പെട്ട ഞങ്ങളെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് ഞങ്ങളെ മക്കളും അവകാശികളും സ്വർഗീയ പൗരത്വത്തിന് ഓഹരിക്കാരുമാക്കി തീർത്ത മഹാസ്നേഹത്തിന് നന്ദി പറയുന്നു. എല്ലാ ബഹുമാനവും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവെ, പിന്നീട് നിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേട്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അഭിഷ്ടദാസനിലൂടെ ഞങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അനിവാര്യമായത് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരിക്കലൂടെ പ്രകാശിക്കേണ്ടതിന് കർത്താവ് ഇന്ന് രാത്രിയും കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണം. കർത്താവ്, ഇതിന്റെ സാങ്കേതികമായോ മറ്റു യാതൊരു ക്രമീകരണങ്ങളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേണം അങ്ങയുടെ കൃപയുടെ മറവിൽ മറക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന അനുഗ്രഹീത ഗായകൻ പ്രിയ ജമൽസനച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ കൈരളിക്ക് അദ്ദേഹം ഒട്ടും അപരിചിതനല്ല. പവർ വിഷനിലൂടെയും മറ്റ് അനേക പ്രോഗ്രാമുകളിലൂടെയും തന്റെ ശ്രുതിമാധുരി നമ്മളെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുള്ളതാണ്. അനുഗ്രഹീതനായ ലോകപ്രസിദ്ധനായ ക്രൈസ്തവ ഗായകൻ പ്രിയ ജമൽസൻ ജേക്കബ് ആലപ്പുഴ. ഞങ്ങളെല്ലാം ഏതാണ്ട് സമാന ഇടങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പ്രിയ ആശാനുമായി വളരെ ഒരു സഹോദര ബന്ധം, ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ജമൽസൻ ചാനെ തുടർന്നുള്ള നിമിഷങ്ങളിൽ സംഗീത ശുശ്രൂഷകൾ നേതൃത്വം വഹിക്കുവാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ കീബോർഡിസ്റ്റ് ആയിരിക്കുന്ന പ്രിയ അക്സയും പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. അവർ ഇരുവരും തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നതായി. ദൈവത്തിരുനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം സഹായിച്ച് അവന്റെ വലിയ വയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും അതിനെ പ്രിസൈഡ് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, അതുപോലെ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും സംസാരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷാജു മാത്യു, അതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നമ്മളോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദയവായി എല്ലാവരും അവരവരുടെ വോയിസ് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായി കേൾക്കുവാൻ കഴിയും. ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ദൈവവചനത്തിന്റെ കേൾവിക്കായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ മീറ്റിംഗിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു സോളോയൊക്കെ പാടി നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കുന്നതിനേക്കാൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചില ഗാനങ്ങൾ നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരുമിച്ച് പാടുവാൻ കഴിയുന്നതാണ് സന്തോഷം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, 2 or 3 പേർ അവന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവനുണ്ട്. നമുക്ക് അവനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യാം. പാപത്തിലായിരുന്നു നമ്മളെ വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന്. അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായി താണലോകത്തേക്ക് ഇറങ്ങി വന്ന അരുമരക്ഷകന്റെ പാദത്തിൽ സകലമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് നമ്മുടെ ജീവനായ നമ്മുടെ പ്രാണപ്രിയനായ പാപികൾക്ക് പാപമോചനവും അശരണർക്ക് ശരണവും നൽകുന്ന ക്രിസ്തുവിന് മഹത്വം കരറ്റിക്കൊണ്ട് ആദ്യ ഗാനം ആലപിക്കുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു പാട്ടാണ്. നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കും. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്ക് വിധാനപ്രദനാം കൃപാകര വാനോ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാനോ വാഴ്ത്തുനായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്ക് വിധാനപ്രദനാം കൃപാകര വാനോ വാഴ്ത്തുനായക, ഞങ്ങളിൽ വാനോ വാഴ്ത്തുനായക.
പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ, ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയവരട വാനോ വാട്ടുനായക, ഞങ്ങളിൽ വാനോ വാട്ടുനായക. ജീവജാല പാലക നമോ നമോ, ജീവജാല പാലക നമോ നമോ, ദിവ്യകാന്തി ശോഭിച്ചമാറ്റം ഭാസ്കര വാനോ വാട്ടുനായക, ഞങ്ങളിൽ വാനോ വാട്ടുനായക. ജീവജാല പാലക നമോ നമോ, ജീവജാല പാലക നമോ നമോ, ദിവ്യകാന്തി ശോഭിച്ചമാറ്റം ഭാസ്കര വാനോ വാട്ടുനായക, ഞങ്ങളിൽ വാനോ വാട്ടുനായക. മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ, മനുകുലത്തിനി വലിയ വാനോ പാട്ടുനായക, ഞങ്ങളിൽ വാനോ പാട്ടുനായക. മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ, മനുകുലത്തിനി വലിയ രക്ഷ നൽകിയ വാനോ പാട്ടുനായക, ഞങ്ങളിൽ വാനോ പാട്ടുനായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, ഭാവികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, ഭാവികൾക്കമിതാനന്ദപ്രദനാം കൃപാകര വാനോ പാട്ടുനായക, ഞങ്ങളിൽ വാനോ പാട്ടുനായക, ഞങ്ങളിൽ വാനോ പാട്ടുനായക, ഞങ്ങളിൽ വാനോ പാട്ടുനായക. നമ്മുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാപനാശത്തിനടിമകളായിരുന്ന ഈ ലോക ജനതയെ സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ ഇറങ്ങി വന്ന ദൈവകുമാരനെ നമുക്ക് സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും അവന്റെ നാമത്തെ ഉയർത്തുവാനും നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യന്റെ എല്ലാ മുൻകരുതലുകളും വ്യർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാമൂഹിക അകലം കൊണ്ടോ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യം കൊണ്ടൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മനുഷ്യന്റെ കരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ പോലും മനുഷ്യന് പിടിച്ചു നിർത്താനാവാത്ത വിധം ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതമായ കരങ്ങൾ കൊണ്ടല്ലാതെ, അവന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടല്ലാതെ ഈ ലോകത്തിന് രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ അവൻ നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ മറന്നു പോകുന്നത്. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായ മറ്റൊരു ഗാനം കൂടി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവന്റെ നാമം മഹത്വം എടുക്കട്ടെ, അവന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്നേഹത്തോടെ, ഹൃദയ പരമാർത്ഥതയോടെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും പോഷിച്ചുല്ലസിക്കും. ആരാധനയ്ക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഇല്ല. പ്രത്യേകമായി നമ്മളൊരു ഗാനം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പാടുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മളത് പാടുന്നതെങ്കിൽ കർത്താവിന് സുഗ്രാഹ്യമായ യാഗമാണ്. അത് നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ള ആരാധനയാണ് എന്ന് മനസ്സിലാക്കി, സാക്ഷിയിൽ നമ്മളെ ഓർത്ത, വീഴ്ചയിൽ നമ്മളെ താങ്ങിയ കർത്താവിനെ ഹൃദയംഗമായി നമുക്ക് അധരങ്ങളിൽ നിന്ന് വരുന്ന പാട്ടായിട്ടില്ല, മറിച്ച് അത് നമ്മുടെ ആരാധനയായി തീരട്ടെ, അത് നമ്മുടെ സ്തുതിയായി തീരട്ടെ, അത് നമ്മുടെ കർത്താവിന് സുഗ്രാഹ്യമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്തുതിഗീതം പാടുക നീ മനവേ, സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയം എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, വീഴ്ചയെ നീ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെ നീ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുമുൻപാകെ വീഴ്ചയൊരുക്കും മിത്രനവേശുവിൻ സ്തുതി മനവേ. ശത്രുമുൻപാകെ വീഴ്ചയൊരുക്കും മിത്രനവേശുവിൻ സ്തുതി മനവേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്നയും ഉള്ള ദിനവുമിതേ. ഉള്ളം കലർത്തും കള്ള സഹോദര കള്ളുര ചെയ്യുകയിലെന്തു ഭയം. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഭക്തരിൽ വന്നവൻ നമ്മോട് കൂടെ, അവൻ നമ്മെ വഴി നടത്തും. ഭക്തരിൽ വന്നവൻ നമ്മോട് കൂടെ, അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനവേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. പാറയിൽ തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. പരുപു പ്രയാണം കഴിയും വരെ മറക്കും അവൻ
തന്റെ ചിറകടി മരുഭൂപ്രയാണം കഴിയും വരെ പറയും അവൻ തന്റെ ചിറകടി. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടുമേ ജയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടുമേ ജയമാ. Hallelujah. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. യേശുവനാണ് ചേർത്തിടും വേഗം ശൂഭിതമണവാട്ടിയായനമേ. യേശുവനാണ് ചേർത്തിടും വേഗം ശൂഭിതമണവാട്ടിയായനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവരേ, വീഴ്ചയെത്തിയെ കാത്തവരേ. താഴ്ചയിൽ എന്നെ ഓർത്തവരേ, വീഴ്ചയെത്തിയെ കാത്തവരേ. കാഴ്ചയല്ല വിശ്വാസത്താരേ, വാഴ്ചയെ നിത്യം കേട്ടവരേ. കാഴ്ചയല്ല വിശ്വാസത്താരേ, വാഴ്ചയെ നിത്യം കേട്ടവരേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി ക്ലേശമഖിലവും നീങ്ങുകയായി. യേശുമണാളം ചേർത്തിടും വേഗം ശൂഭിതമണവാട്ടിയായനമേ. യേശുമണാളം ചേർത്തിടും വേഗം ശൂഭിതമണവാട്ടിയായനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ ജയിച്ചവൻ മാത്രമല്ല, ലോക അവസാനത്തോടെ നമ്മോട് കൂടെ ഉള്ളവരാണ്. മാത്രമല്ല, അവൻ സ്വർഗത്തിലേക്ക് കരയിൽ പോയപ്പോൾ നമ്മോട് പറഞ്ഞത് തന്നെയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അത്രത്തോളം വലിയൊരു പ്രത്യാശ ലോകത്തിൽ ആരും നമുക്ക് നൽകാത്ത, ലോകത്തിൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത വലിയ സമാധാനം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷ, നമുക്കൊണ്ട് മരിക്കാൻ തയ്യാറാവുന്ന വലിയ സ്നേഹം. ആ സ്നേഹത്തോളം വലിയൊരു ആരാധനയില്ല, ആ കുരിശോളം ഉയർന്ന വലിയൊരു സ്നേഹമില്ലാതിരിക്കുന്നുണ്ട്. ഈ സന്ധ്യയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് നന്ദിയും പുകഴ്ചയും കരയുകയും ചെയ്യാം. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്, അവൻ മാത്രം സ്തുതിക്ക് യോഗ്യനായതുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, അവനെ സ്തുതിക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കുക. അവന്റെ ബലിഷ്ഠമായ കരം, അവന്റെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മോട് കൂടെയുണ്ട്. തിരികെ കൊടുക്കുവാൻ ഒന്നുമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന് പകരമായി, അവൻ നമുക്ക് തന്ന രക്ഷയെന്ന വലിയ സമ്മാനത്തിന് പകരമായി നൽകാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലെന്ന പൂർണ്ണ ബോധ്യത്തോടെ ഒഴിഞ്ഞ പാത്രങ്ങളായി നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ശേഷം നടക്കുന്ന വചന ശുശ്രൂഷ അടിയനോടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എത്ര പേർക്ക് അവന്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയും.
എന്തു നിനക്കു നൽകും എന്നെ വീണ്ടേടോ ദൈവമേ, എന്തു നിനക്കു നൽകും എന്നെ വീണ്ടേടോ ദൈവമേ. കേഴയാ ഞാൻ കിടന്നു, ഏഴയായി ഞാൻ കിടന്നു, എന്നെ വന്നവനേ നിന്റെ ഇഷ്ടം എന്നിഷ്ടമാക്കാൻ രൂപേശുനാഥ, നിന്റെ ഇഷ്ടം എന്നിഷ്ടമാക്കാൻ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്ന് പറയുക, ജീവിക്കുന്നവന്റെ ക്രിസ്തുവാണെന്ന് പറയുക. അവന്റെ മാറോട് അവന്റെ ആശ്വാസിപ്പിക്കുന്ന കരം നമ്മുടെ മേലുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം. അവന്റെ നമുക്ക് വേണ്ടി കരവുന്നവനാകുന്നത് കൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ പിതാവായിട്ടുണ്ട്. ജീവനോ മരണമോ ഏതായാലും സമ്മതം. ജീവനോ മരണമോ ഏതായാലും സമ്മതം. കുശവൻ കൈയിൽ കളിമണ്ണു, കുശവൻ കൈയിൽ കളിമണ്ണു ഗുരുവേ നൽകിടുന്നേ രൂപേശുനാഥ, എന്നിഷ്ടം എന്നിഷ്ടമാക്കാൻ. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ, യേശുനാഥ, നിന്നെ ഇഷ്ടം എന്നിഷ്ടമാക്കാൻ. സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിന്റെ ഹിതത്തിനായി ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്നത് പോലെ ഞങ്ങളെ ഏൽപ്പിക്കും. ഒഴിഞ്ഞ പാത്രങ്ങളായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അങ്ങയുടെ വചനത്താൽ നീ അതിനെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ലോകമെമ്പാടും കർത്താവേ, മനുഷ്യൻ ദുഃഖത്തിലും ഭാരത്തിലും രോഗത്തിലും മരണഭീതിയിലുമായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ കണ്ടു പർവ്വതങ്ങളിൽ തീർത്തുന്നു എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഹായം വരുന്നത് ഞങ്ങളുടെ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, ലോകത്തെ സ്വച്ഛതയിലേക്ക് സമാധാനത്തിലേക്ക് അങ്ങ് തിരികെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് ഞങ്ങളിവിടെ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ രോഗികളായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന സകല മാനവരാശിയെ കർത്താവ് ഞങ്ങൾ ഏൽപ്പിക്കും. ഞങ്ങളോട് മനസ്സിലേണം. ഞങ്ങളുടെ ലോകത്തോട് മനുഷ്യകുലത്തോട് കർത്താവേ നിന്റെ കൃപ ദയ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തിരികെ പോവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദാസനെ കർത്താവിന്റെ കരങ്ങളാൽ കർത്താവെ നീ കൊടുത്ത വചനങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ ബലപ്പെടുത്തുവാനാണ് എല്ലാ നന്മകൾക്കും എല്ലാ സ്നേഹത്തിനുമായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, താങ്ക് യു ജമൽ സ്റ്റാൻ. നമുക്ക് വീണ്ടും ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി 1-2 മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. തുടർന്ന് പ്രിയ കത്തുദാസൻ നമ്മോട് ദൈവവചനത്തിന് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ പരിവർത്തനത്തിനും മാറ്റത്തിനും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഒന്നും കൂടെ ഉറപ്പിനും കാരണമാകേണ്ടതിനാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മല്ലപ്പള്ളി UPF നേതൃത്വം നൽകുന്ന പ്രിയ കത്തുദാസൻ പാസ്റ്റർ TV പോത്തൻ അവറുകൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഈ സൂമിൽ കൂടി ഇങ്ങനെ കാണുവാൻ കർത്താവ് സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കത്തുദാസനെ ശക്തിയായി നിന്റെ വേലയുടെ മുഖത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും വചനത്തിന്റെ വാതിൽ തുറന്നു തരണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിധ വീര്യപ്രവർത്തികളാൽ ദൈവത്തിന്റെ വചനം ഉറപ്പിക്കുവാൻ, കർത്താവിന്റെ വചനം ഐശ്വര്യമായി ഘോഷിപ്പാൻ നിന്റെ ആത്മാവിൽ നിറച്ച് ദൈവത്തിന് അരുളപ്പാട് കൊടുത്ത് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ ലിങ്കില്, ഈ സൂമില് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു വലിയ വഴിത്തിരിവായി ഐശ്വര്യമായി വചനം കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ അനുഭവങ്ങളിലും ശ്വാസത്തിന് ചൂട് വയ്ക്കുവാൻ ഇടയാകണമേ. ശ്വാസത്തിന് നായകനും വൃത്തിപരിതമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടം തിരിയോടിടുവാൻ സഹായിക്കണമേ. സകല നാമത്തിനു മേലായ യേശു ക്രിസ്തുവിന്റെ നാമം ജയമെടുക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന്റെ പിന്നില് താവെ പ്രാർത്ഥിച്ച, ക്രമീകരണം ചെയ്ത എല്ലാവരെയും താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഫോക്കസ് ഡോക്ടറൽ എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിൽ ഒരുമിച്ച് ഈ സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കുന്നു. തുടർമാനമായിട്ടുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. അതിൽ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും ഫോക്കസ് എന്ന നാമധേയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം യുവജനങ്ങൾക്കും സമൂഹത്തിന്റെ വ്യത്യസ്ത നിലകളിലായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്തായിരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന, ദൃഢപ്പെടുത്തുന്ന ദൈവിക വചനങ്ങളെ കേൾക്കുവാൻ കർത്താവ് ഇങ്ങനെ അവസരം ഒരുക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യാതൊരു മുഖവരങ്ങളും കൂടാതെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന്റെ ശ്രദ്ധയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു. ആരംഭമായി ഈ സൂമിലൂടെയും മറ്റെല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മോടൊപ്പം ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഹൃദയംഗമായ സ്നേഹത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. പ്രത്യേകം ഇന്ന് രാത്രി നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ, ലോകപ്രസിദ്ധനായി കർത്താവിന്റെ വചനത്തെ അതിശക്തമായി വിളിച്ചു പറയുന്ന പ്രിയ കത്തുദാസൻ പാസ്റ്റർ സാജു ജോൺ മാത്യു അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സായുഷാനെ പറ്റി പ്രത്യേകിച്ച് ആരോടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ക്രൈസ്തവ സമൂഹം എവിടെയൊക്കെ ഉണ്ടോ തന്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എനിക്കറിയാം ഇന്ന് രാത്രി ഈ സൂമിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അത് ശ്രവിക്കാൻ അനേകർ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പ്രിയ കത്തുദാസൻ ഈ നാളുകളിൽ ആഫ്രിക്കയുടെ മണ്ണിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാനും പ്രിയ സായിച്ചാൻ തമ്മിൽ ഞങ്ങൾ 1-2 പ്രാവശ്യം ഫോണിൽ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്നത് പ്രിയ കത്തുദാസൻ, പ്രിയ റജി പാസ്റ്റർ ആണ്. എങ്കിലും വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് പ്രിയ സായുഷാന്റെ ബൈബിൾ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വചന പ്രഭാഷണം, ഒത്തിരിയധികം ശുശ്രൂഷയിൽ ബലപ്പെടുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നുള്ള വലിയൊരു ചിന്ത മനസ്സിനുള്ളിലേക്ക് പകരുവാൻ വലിയൊരു സ്വാധീനം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ മീറ്റിംഗിലേക്ക് പ്രിയ കത്തുദാസൻ പാസ്റ്റർ സാജു ജോൺ മാത്യു അവരുകളെ വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവവചന ചിന്തയ്ക്കും ആയിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയ കത്തുദാസൻ പാസ്റ്റർ സാജു ജോൺ മാത്യു അവരുകളെ സ്വാഗതം ചെയ്യുന്നു. സൈച്ച അൺമ്യൂട്ട് ചെയ്യാമോ? ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയുടെ ഈ യാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് ഒരുക്കി തന്നതോടൊത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക്
എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ പാസ്റ്റർ റജിയും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒക്കെ നിങ്ങൾക്കും അറിയാവുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന വളരെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലുമായിരുന്നപ്പോഴും കർത്താവ് തന്റെ ദാസനെ വളരെയേറെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴും പിറുപിറുപ്പ് കൂടാതെ കർത്താവിനെ സേവിപ്പാൻ കർത്താവിന്റെ ദാസനെയും കർത്താവ് ഒരുക്കുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ട്രിനൽ എൻകൗണ്ടർ എന്ന നിലയിൽ ഈ ഡോക്ട്രിൻസ്, അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസമോ ഒരാഴ്ചയോ ക്ലാസ്സുകൾ എടുത്താൽ പോലും തീരുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല അത്. അതുകൊണ്ട് ഞാൻ ചില ഗ്ലിംസസ് മാത്രം തരുന്നത് മാത്രമേ ഉള്ളൂ, അതിന്റെ ആവശ്യമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയൊരു പ്രോബ്ലം ഞാൻ അതിനകത്ത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേൾക്കുന്ന വാക്കുകൾ അത് കംപ്ലീറ്റ് ആണ്, അഥവാ അത് എല്ലാ രീതിയിലും സമ്പൂർണ്ണമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്ലിംസ് എന്ന് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ഇതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുകയും പഠിക്കുകയും വേണം. കാര്യം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിരന്തരമായി നമ്മൾ പഠിക്കേണ്ടതാണ്, നിരന്തരമായി നമ്മൾ അറിയേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദ ഡോക്ട്രിൻസ്. അപ്പൊ അതിനകത്ത് ഡോക്ട്രിൻസ് ഒത്തിരി ഉണ്ട്. തിയോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാമല്ലോ, ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപദേശങ്ങൾ, ഉപദേശ സംഹിത. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നതായ ഒരു കാര്യം, ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യ സഭയെയാണ് നമ്മൾ കാണുന്നത്. പെന്തിക്കോസ്ത് നാളിലാണല്ലോ ആദ്യ സഭ ഉണ്ടാകുന്നത്. ഈ ഡോക്ട്രിനൽ ഡിസ്റ്റോർഷൻ പറഞ്ഞപ്പോൾ ഇപ്പം വേറെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ദുരുപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യമാണിത്, നിങ്ങൾക്കറിയാം. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ക്യാൻ യു ഹിയർ എവരിബഡി? ഓക്കെ. അപ്പൊ ദുരുപദേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തില് പെന്തിക്കോസ്ത് നാളിലാണല്ലോ സഭ ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയും, ഒരു പണ്ട് നമ്മുടെ സഭയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരാളാ, പെന്തിക്കോസ്ത് സഭയിലൊക്കെ വന്നിരുന്ന ഒരാളാ, അദ്ദേഹം പറയുന്നത് നോ, സുവിശേഷം ആരംഭിക്കുന്നത് പൗലോസിലൂടെയാണ്. പൗലോസാണ് സുവിശേഷത്തിന്റെ സഭ ആരംഭിക്കുന്നത് പൗലോസിലൂടെയാണ് എന്ന് പറഞ്ഞിപ്പം ഗേറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് പത്രോസും യാക്കോവും യോഹന്നാനും ഒന്നും സഭയുടെ ഭാഗമല്ലായിരുന്നു, പൗലോസ് വന്നതിന് ശേഷമാ സഭ ഉണ്ടായതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എന്റെ ദൈവമേ, നീ എന്നെ ഈ വടക്കേ ഇന്ത്യയിലെ പാവങ്ങളിടയ്ക്കും ആഫ്രിക്കയിലും ഒക്കെ പറഞ്ഞു വിട്ടത് നന്നായി, ഇവിടെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കണമായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. കാര്യം അവർക്കൊന്നും അറിയത്തില്ല, പാവങ്ങളല്ലേ, അവർക്ക് ഉപദേശവും അറിയത്തില്ല, ദുരുപദേശവും അറിയത്തില്ല. ഇതിപ്പോ നമുക്കിപ്പോ ഉപദേശം അങ്ങ് പഠിച്ച് ദുരുപദേശം അതിന്റെ അപ്പുറത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ബ്ലസൻ ഫെയ്ത്ത് ബ്ലസൻ എടുത്തപ്പോൾ ഞാൻ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, ബിക്കോസ് ഉപദേശം പഠിക്കേണ്ടതിന്റെ ആവശ്യകത, അതൊക്കെയാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം ദുരുപദേശക്കാര് വളരെ അധികമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദുരുപദേശം ഉള്ളത് കൊണ്ട് ഉപദേശത്തെ നമ്മള് അതുകൊണ്ട് കാണുന്നതിന് എല്ലാം ദുരുപദേശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കള്ളനോട്ടുകൾ എന്നും ഉണ്ട്. കള്ളനോട്ടുകൾ ഉള്ളത് കൊണ്ട് നല്ല നോട്ടില്ലെന്ന് പറയാൻ പറ്റും. നല്ല നോട്ട് ഉള്ളത് കൊണ്ടാണ് കള്ളനോട്ട് ഉണ്ടാകുന്നത്, ഇല്ലേ? നല്ല നോട്ടില്ലെങ്കിൽ കള്ളനോട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നതായ, ദൈവം വെളിപ്പെടുത്തിയതായ ഒരു ഉപദേശം ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദുരുപദേശം ഉണ്ടാകുന്നത്. അപ്പോൾ ദുരുപദേശം ആരെങ്കിലും പറയുന്ന കേട്ടാ ഉടനെ ഓടിപ്പോയി നോക്കേണ്ടത് നല്ല ഉപദേശം ഏതാണ്, വാട്ട് ഈസ് ദി റൈറ്റ് ഡോക്ട്രിൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അല്ലാതെ ഇവരോട് വഴക്കുണ്ടാക്കിയിട്ടും കാര്യമില്ല. കാര്യം ഞാൻ ഇന്ന് ഈ ഗേറ്റ് മിനിസ്ട്രിയുടെ ആളെ കുറിച്ച് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു, വഴി തെറ്റിപ്പോകുന്നവരെ ശരിയാക്കാൻ നമുക്ക് പറ്റും, പക്ഷെ തെറ്റായ വഴി തെരഞ്ഞെടുത്തവരെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. പരീശന്മാരെ കുറിച്ച് ഒരു സ്ഥലത്ത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അവരെ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എത്ര പറഞ്ഞാലും നന്നാകത്തില്ല എന്ന് പറയുന്നു. പിന്നെ അവരുമായിട്ടൊന്നും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞതായ കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യ ഉപദേശം പറഞ്ഞു പഠിപ്പിക്കണം.
ഈ ബാങ്കില് കാഷ്യറായിട്ട് ഒരുത്തന് ജോലി കിട്ടിയാൽ അവനെ ആദ്യം പഠിപ്പിച്ചെടുക്കുന്നത് കള്ളനോട്ടിന്റെ പ്രത്യേകത എന്താണെന്നല്ല, അവനെ പഠിപ്പിക്കുന്നത് നല്ല നോട്ടിന്റെ പ്രത്യേകത എന്താണെന്നാണ്. നല്ല നോട്ട് അല്ലാതെ എന്തോ കൈ കയറിയാൽ അവൻ ഉടനെ പറയും കള്ളനാ. ഇതാ ആവശ്യം. അല്ലാതെ ലോകത്തിൽ എവിടെയൊക്കെ കള്ളനോട്ടുണ്ട് അതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ അല്ല നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്താണ് കൃത്യമായ ഉപദേശം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണം. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പിതാക്കന്മാരെയാണ്. ഞാൻ ഉമ്മച്ചൻ അപ്പച്ചനെയും സി കെ ദാനിയൽ അപ്പച്ചനെയും ജോർജ് ഓളീസ് അപ്പച്ചനെയും പി എം ഫിലിപ്പ് അപ്പച്ചനെയും ഇങ്ങനെ അപ്പച്ചന്മാരുടെ ഒരു നിര തന്നെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാര്യം എന്നറിയാമോ, അത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എനിക്ക് 17 വയസ്സുള്ളപ്പം ഉമ്മച്ചൻ അപ്പച്ചന് 70 വയസ്സുണ്ട്. I was 17 and he was 70. എന്നാലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചെന്ന് അപ്പച്ച ഇതെന്താ അപ്പച്ച ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിയടാ അവിടെ എന്നിട്ട് കൃത്യമായിട്ട് ഉപദേശം പഠിപ്പിച്ചു തരും. അതാ ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ നേതാക്കന്മാരുടെ അടുത്ത് ചെന്ന് വല്ലതും നമുക്ക് വല്ലതും വർത്തമാനം പറയാൻ പറ്റുമോ? അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ അപ്പച്ചന്മാർ അങ്ങനെ അല്ലായിരുന്നു. 17 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള എന്നോട് കരുണയോടുകൂടെ ഇടപെട്ട് എൻ്റെ പൊട്ട സംശയങ്ങൾ വരെ അവർ തീർത്തു തന്നു. അങ്ങനെയുള്ള പിതാക്കന്മാര് ഇന്ന് നമുക്ക് വേണം. അന്ന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതെയായി പോവുകയാണ്. അന്തിമമായി ഒരു വാക്ക് പറയാൻ അവര് ആ താഴ്മ, എൻ്റെ അടുത്ത് 70 വയസ്സുള്ള ഉമ്മച്ചനപ്പച്ചനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നുമില്ല. എന്നിട്ടും 17 വയസ്സുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള ഉപദേശം പഠിപ്പിക്കുന്ന പിതാക്കന്മാർ ഇനിയും നമുക്ക് വേണം. അതാണ് ഞാൻ പറയാനുള്ള ഒരു കാര്യം. 2, ഈ അപ്പച്ചന്മാരൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചനപ്പച്ചനൊക്കെ ചിലപ്പം ചില സഭകളിലൊക്കെ പോയി 40 ദിവസമൊക്കെ ഒന്ന് ബൈബിൾ ക്ലാസ് എടുത്തു കളയും. ഇപ്പൊ ഞാൻ തന്നെ അന്തിച്ചു പോയിട്ടുണ്ട്. ഇന്നിപ്പം 40 ദിവസം ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തല കളഞ്ഞു വീഴും. കാരണം ആർക്കും അത് കേൾക്കുകയും വേണ്ട, പിന്നെ എടുക്കാനും ആളില്ല. അങ്ങനെ ഉണ്ട്. ആരാ 40 ദിവസം കണ്ടിന്യൂസ് പഠിപ്പിക്കാൻ? 40 ദിവസം ഇപ്പൊ ആകെ ഉള്ളത് ഉപവാസ പ്രാർത്ഥനയാണ്. അതിനകത്ത് 40 പാട്ട് ടീം കാണും, 40 പ്രസംഗകരും കാണും. ഓരോരുത്തരും വന്ന് പറഞ്ഞിട്ട് ഓടുകയല്ലേ. എന്നാൽ തുടർമാനമായി നമ്മളെ ദൈവവചനം പഠിപ്പിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാര് എന്നുള്ളത് കുറച്ചൊക്കെ പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇന്നും നമുക്ക് നിരന്തരമായി ദൈവവചനം പഠിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകണം. അതും ഇല്ല. ആൾക്കാർ പഠിക്കണ്ടേ? പിന്നെ പഠിപ്പിക്കാനും ആളില്ല. ഒരാഴ്ച ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം മെനക്കെട്ടിരുന്ന് പഠിച്ചിട്ട് വേണ്ടേ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാര് നമ്മളെ ദൈവവചനം അഭ്യസിപ്പിച്ചവരാണ്. അവരൊരു പക്ഷേ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നും വായിച്ച് കാണത്തില്ല. ഉമ്മച്ചനപ്പച്ചനൊന്നും ഇംഗ്ലീഷ് പുസ്തകമൊന്നും വായിച്ചിട്ടൊന്നും അല്ല പഠിപ്പിച്ചത്. പക്ഷെ കൃത്യമായ ഉപദേശം അദ്ദേഹം പഠിപ്പിച്ചു. കൃത്യമായ ഉപദേശം അത് ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചതാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ച് പഠിപ്പിക്കുന്ന പിതാക്കന്മാർ ഇനിയും ഉണ്ടാകണം. ടീച്ചിങ് ആണ് ഏറ്റവും വലിയ അത്യാവശ്യമായിരിക്കുന്നതായ, ഇന്നത്തെ ഏറ്റവും അത്യാവശ്യമുള്ളത് ക്രൂസൈഡ് ഒന്നുമല്ല. ഇന്നിപ്പോ ഒരു ദൈവദാസൻ എന്നോട് ഈ ക്രൂസൈഡിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ആഫ്രിക്കയിലൊക്കെ ഒത്തിരി ക്രൂസൈഡൊക്കെ നടത്തണ്ടേ. അപ്പം ക്രൂസൈഡിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, ഇനി ആഫ്രിക്കയിലേക്ക് നോർത്ത് ആഫ്രിക്കയിലോ വല്ലതും ക്രൂസൈഡ് നടത്താൻ ആരെങ്കിലും പോകാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പൊക്കോ. ട്യൂണീഷ്യയിലോ സുഡാനിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോകാൻ തന്നെ ഉണ്ടെങ്കിൽ പൊക്കോ. ഈസ്റ്റ് ആഫ്രിക്കയിലോ സൗത്ത് ആഫ്രിക്കയിലോ സെൻട്രൽ ആഫ്രിക്കയിലോ വെസ്റ്റ് ആഫ്രിക്കയിലോ ഇനി ക്രൂസൈഡ് നടത്താൻ ആരും വരണ്ട. കാര്യം ക്രൂസൈഡ് കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ആഫ്രിക്ക. പിന്നെ ഇനി ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവിടെ നിന്ന് ദൈവവചനം പഠിപ്പിക്കാൻ തയ്യാറുള്ളവർ വരണം. കാരണം ഈ ക്രൂസൈഡിലൂടെ ചില ആളുകളൊക്കെ രോഗമൊക്കെ സൗഖ്യമായി ഒക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചു.
ഇവർക്ക് ആർക്കും ദൈവവചനം അറിയത്തില്ല. സഭകൾ, ഞാൻ 13 വർഷമായിട്ട് ആഫ്രിക്ക വർക്ക് ചെയ്യുന്ന ആളാ. ഞാൻ കഴിഞ്ഞിടെ ഒരു സഭയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അവിടെ ഒന്നും ആരും പോകുന്നില്ല. അതാ ഒന്നാമത്തെ പ്രശ്നം. കാര്യം 25 കിലോമീറ്റർ വനത്തിനകത്തൂടെ യാത്ര ചെയ്താൽ ഞാൻ അവിടെ പോയത്, വണ്ടി ഓടിച്ചു പോയത്. അപ്പൊ അവിടെ ഒരു 5-8 സഭകളുണ്ട്, എല്ലാം കൂടെ 50 വിശ്വാസികളെ ഉള്ളൂ. അവരെല്ലാം എന്റെ മീറ്റിങ്ങിന് വന്നിരിപ്പുണ്ട്. ഞാന് അവിടെ ചോദിച്ചു, വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന്. മിക്കവർക്കും അറിയത്തില്ല. അവരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, പക്ഷെ അവർക്ക് ഉപദേശം പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ല. അവർ വേദപുസ്തകം വായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന് വേദപുസ്തകം വായിച്ചോ? മിക്കവരും വായിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറയും, അവരെ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ എപ്പോ ചെന്നു വേദപുസ്തകം വായിച്ചോ, ഇന്ന് അവരെ വായിച്ചോ, ഇതൊക്കെ ചോദിച്ച് അവർ പാവങ്ങളില്ലയോ, അവർക്ക് ഇതൊന്നും വായിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എടി 10 പ്രാവശ്യം ചോദിച്ചാലല്ല ഇവര് എന്നും വായിച്ചു തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ ഛത്തീസ്ഗഡിലെ ഞങ്ങളുടെ ഒരു മിഷൻ സ്റ്റേഷനിലെ ഒരു സഭയിൽ ഞാൻ ചെന്നു. അവിടെയും ഞാൻ ചോദിച്ചു, ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചു ഒരു കൈ പൊക്കിക്കാട്ടെ. അപ്പൊ പകുതി പേര് വായിച്ചിട്ടില്ല. അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ആഫ്രിക്കക്കാരെ കുറ്റം പറയരുത്, നിങ്ങളുടെ സഭയിൽ ഇന്ത്യയിലും ഉണ്ടല്ലോ വേദപുസ്തകം വായിക്കാതെ വന്ന് സഭായോഗത്തിന് വന്നിരുന്നവർ. അവിടെ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ജെസി, അവരെ ഒന്നും അല്ലെങ്കിൽ ഛത്തീസ്ഗഡികൾ അല്ലയോ, മലയാളികളൊന്നും അല്ലല്ലോ. നീ കുമ്പനാട്ടി എന്നിട്ട് ചോദിച്ചാലും പകുതി പേരും വായിച്ചിട്ടുണ്ടാകുകയില്ല. അപ്പൊ വന്നുള്ള പ്രശ്നം ഇതിപ്പോ ആഫ്രിക്കക്കാർക്ക് മാത്രമല്ല. അപ്പൊ എന്നോട് പലപ്പോഴും ആളുകൾ പറയും, എന്റെ പൊന്നു സാജു, ഇതൊന്നും ആഫ്രിക്കക്കാർക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ മലയാളികൾക്കും കൂടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഈ ഉപദേശമൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പണ്ടത്തെ സഭയൊന്നും അല്ല നമ്മുടെ സഭയിൽ മിക്കവർക്കും എന്താണ്, ദൈവ വചനം ശരിയായ നിലയിൽ അറിയാൻ വയ്യാത്തവരായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആദിമസഭ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സഭ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുരുപദേശക്കാർ പറയുന്നതല്ല. പെന്തിക്കോസ്ത് നാളിൽ അതിനു മുമ്പ് ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് പ്രസംഗിച്ചു, 3000 പേര് സ്നാനമേറ്റു. നമുക്ക് വേണമെങ്കിൽ ഒരു സഭാകൂടി വരവ് എന്ന നിലയിൽ അതിനെ നമുക്ക് പ്രഥമമായ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രഥമ സഭ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ സഭയിൽ യേശു കർത്താവിനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ അവന്റെ അടുത്ത് വന്നു. 36-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഉപദേശത്തിന്റെ ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ പിന്നെ പറയാറ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരും ഓടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ആദ്യ സഭയിലെ ആദ്യ ആളുകൾ സഭായോഗത്തിന് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് വന്നത് എന്തിനാ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാനാണ്. അപ്പൊ സഭായോഗത്തിന് നമ്മൾ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് വരേണ്ടത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാനാണ്. പാട്ട് പാടുന്നതും കൈകൊട്ടുന്നതും ഒക്കെ നല്ല കാര്യമാണെങ്കിൽ അതൊക്കെ നമുക്ക് വേണേ വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെങ്കിൽ നമ്മൾ സഭായോഗത്തിന് കടന്നു വരണം. അപ്പൊ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേർ പറയും, സഭായോഗത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, സൂമിലുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയും, ഈ സൂം ഒക്കെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റാ. നാളെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് സഭ തുടങ്ങിയാലും പാസ്റ്ററെ അത് സൂമിലൂടെ ഒന്ന് ഇട്ടേരും, ഒരു ലിങ്ക് കൂടെ അയച്ചേര് കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്ന് ഇനി ആരും പറയരുത്. എനിക്ക് പേടിയായി, ഇനി മിക്കവാറും അങ്ങനെയൊക്കെ ആകും. കാര്യം മനുഷ്യന് വന്ന് ദൈവബോധവും ദൈവസഭ എന്താണെന്നും ഒന്നും അറിയാൻ വയ്യാത്തതായ നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു.
അതെന്തുകൊണ്ടാണ്? ഒന്നാമത്, ദൈവസഭയിൽ ആദ്യം ആവശ്യമുള്ളത് ടീച്ചിങ് ആണ്, അപ്പോസിൽസ് ടീച്ചിങ്. എന്നാൽ രണ്ടാമത് എന്താണ്? കൂട്ടായ്മ ആചരിച്ചും. അപ്പൊ കൂട്ടായ്മ ആചരിക്കാൻ സൂമിലൂടെ ഒന്നും പറ്റത്തില്ല. കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ കാണണം, കൈ കൊടുക്കണം, തൊടണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, അതിനവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അവരോട് നമ്മളെ കണ്ണുകളും കൊണ്ടും നമ്മളെ പുഞ്ചിരി കൊണ്ടും നമ്മളെ നോട്ടം കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ ആ ദൈവ സ്നേഹം നമ്മൾ പ്രകാശിപ്പിക്കണം. കൂട്ടായ്മയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡോക്ടറിനൽ എൻകൗണ്ടറിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ചിലപ്പോൾ പിള്ളേരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ വളരെ നല്ല കൂട്ടായ്മയാണ്. എന്താ? എല്ലാ മീറ്റിങ്ങിന് ശേഷവും ഞങ്ങൾ KFC കഴിക്കും. KFC ആണ് കൂട്ടായ്മ. പ്രിയമുള്ളവരെ, KFC കഴിക്കുന്നതൊക്കെ കഴിച്ചോ പിള്ളേർ? ഒരു KFC കഴിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഫെലോഷിപ്പ് എന്താണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ ആരാധിക്കുന്നവൻ, വേദപുസ്തക പ്രകാരം ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തു എന്ന തലയും നമ്മൾ അവന്റെ ശരീരവും എന്ന നിലയിലാണ്. അപ്പോൾ എൻ്റെ ഇടത്തെ കൈയ്യ് ഈ എൻ്റെ സഹോദരനും, ഈ വലത്തെ കൈ ഞാനുമാണെന്ന് വെക്കുക. ഈ കൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എൻ്റെ തലയാണ്. അതാണ് കൂട്ടായ്മ. യേശുക്രിസ്തു ആകുന്ന തല എന്നെയും എൻ്റെ സഹോദരനെയും ഒരുപോലെ ഒരുമിപ്പിക്കുകയാണ്. ഈ കയ്യിൽ ഒരു കൊതുക് കടിച്ചാൽ ഓടി ഭിത്തിയെ ചെന്നല്ല ഞാൻ എൻ്റെ കൈ ഇടിക്കുകയല്ല, ഉടനെ തന്നെ ഈ കൈ കൊണ്ട് എൻ്റെ കയ്യെ വന്ന കൊതുകിനെ അടിക്കും ഞാൻ. അതാരാ? തല പറയെ അടിക്കണം. അപ്പോൾ ഈ രണ്ട് കൈകൾ തമ്മിലുള്ള ബന്ധമാണ് കൂട്ടായ്മ. അതാണ് വേദപുസ്തക പ്രകാരമുള്ള ഫെലോഷിപ്പ്. അല്ലാതെ എല്ലാരും കൂടെ പൈസ പിരിച്ച് ഒടുവിൽ KFC തിന്നേച്ച് പോകുന്നതല്ല കൂട്ടായ്മ. KFC തിന്നു, പക്ഷേ കൂട്ടത്തിൽ വന്നിരുന്ന് ആരാധിച്ചവന്റെ പ്രതിസന്ധികൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, അവന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, അവനെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ, അവനെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ, എൻ്റെ സഭയിലെ പ്രായമായിരിക്കുന്ന രണ്ടുപേരെ പോയി കണ്ട് അമ്മച്ചി എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അതൊക്കെയാ കൂട്ടായ്മ. അല്ലാതെ 2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് വന്ന് പാട്ട് പാടി കയ്യും പൊക്കിയേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയേച്ച് പോകുന്നതല്ല കൂട്ടായ്മ. ഒരു കൊച്ചിനോട് ചോദിച്ചു, നീ എന്തിനാ ആ സഭയിൽ പോന്നെ? I go there because the service is so short. ഞാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സർവീസ് ഇച്ചിരി നേരത്തേക്കുള്ളൂ, അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് പരിപാടിയെല്ലാം കഴിയും, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പലരും സഭകളിൽ പോകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് സഭ എന്താണെന്ന് അറിയില്ല, കൂട്ടായ്മ എന്താണെന്ന് അറിയത്തില്ല, യേശുക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല, ദൈവസഭയുടെ പ്രത്യേകതകൾ അറിയത്തില്ല. അതുകൊണ്ടാണ് സഭാ കൂടിവരവുകളുടെ പ്രത്യേകത. ആദ്യത്തെ കൂടിവരവിൽ അവർ ഒന്നാമത് വന്നത് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. 2, അവർ കൂട്ടായ്മ ആചരിച്ചു. സഹോദരന്മാർ തമ്മിൽ അവര് ഒരു ശരീരം പോലെ ഇടപെട്ടതാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ഉണ്ടായിരുന്നില്ല. അവരാരും ധനികരൊന്നും അല്ലായിരുന്നു, ഉള്ളത് പങ്കുവെച്ചു, എല്ലാവരെയും സ്നേഹിച്ചു, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ് അന്ത്യോക്യ സഭയിലുള്ളത്. സഭയില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അവരെല്ലാം ഒരു സഭയിലെ അംഗങ്ങളാ, അല്ലാതെ ഓരോ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടല്ല കൂടിയത്. അവിടെ എല്ലാവരും അന്യോന്യമുള്ള ബന്ധം. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹൃദയൈക്യമില്ലാതെ സൂമിലിരുന്ന് അവിടെ ഇവിടെ ഇരുന്നോട് പ്രാർത്ഥിച്ചാലൊന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. സൂം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിവസം 2, 3, 4 മീറ്റിങ്ങിലൊക്കെ ഞാൻ സൂമിൽ പ്രസംഗിക്കുന്നു. അത് ദൈവത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അത്യാവശ്യമായി വന്നിരിക്കുന്നു.
ദൈവവചനം കേൾക്കാൻ വളരെ നല്ലതാണ്, അതിനെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവസഭയിലേക്ക് വിളിച്ചാക്കിയിരിക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഈസ്റ്റേൺ സങ്കല്പമാണ്. ഞാനും എൻ്റെ ദൈവവും. ബുദ്ധിസത്തിലൊക്കെ അതാ. ബുദ്ധിസത്തിൽ സ്വർഗത്തിൽ ചെന്നാലും അവൻ ബുദ്ധനാവുക, അല്ലാതെ അവൻ ആരുമായിട്ടും കൂട്ടായ്മയില്ല. എന്നാൽ ക്രിസ്ത്യാനിറ്റി അങ്ങനല്ല. ക്രിസ്ത്യാനിറ്റിയിൽ അവൻ നമ്മളെ വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും വിളിച്ചാക്കുന്നത് ഒരു സഭയിലേക്കാണ്. അപ്പൊ ആ സഭാബന്ധത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ആ സഭ എന്തിനാണ്? ഒന്നാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കാൻ, 2 കൂട്ടായ്മ ആചരിക്കുവാൻ, ഞാൻ വിശദമാക്കുന്നില്ല, 3 അപ്പം നുറുക്കുവാൻ. വീട്ടിൽ ഇരുന്ന് പട്ടിയുടെ കൂടെ തിന്നാനുള്ളതല്ല തിരുവത്താഴം. തിരുവത്താഴം സഭയുടേതാണ്. സഭ കൂടി വന്നപ്പോഴാണ് അവർ തിരുവത്താഴം കഴിച്ചത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബ്രദറെ, ഇത്രയും നാൾ തിരുവത്താഴം കഴിച്ചില്ലേ, നമ്മൾ എങ്ങനെയാ ഇതിനെ ഈ തിരുവത്താഴം കഴിക്കുമ്പോൾ ഈ അപ്പത്തിനും വീഞ്ഞിനും എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ കത്തോലിക്കനും മറ്റും കുർബാന അപ്പം കൊടുത്തു വിടും. കാര്യം അവർക്ക് അപ്പവും വീഞ്ഞുമാണ് പ്രധാനം. നമുക്കതല്ല. നമുക്ക് തിരുവത്താഴം എന്ന് പറയുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ വിശദമാക്കുന്നില്ല, നമ്മൾ വായിക്കുന്ന കാര്യം, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മ. റിമെമ്പർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഇസ് ബ്രോക്കൺ ഫോർ യു. അപ്പൊ അത് എവിടെയാണെങ്കിലും പറ്റത്തില്ലെന്ന് ചോദിച്ചേക്കാം, സമ്മതിച്ചു. രണ്ടാമത്തേനെന്നറിയാമോ? എക്സാമിൻ യുവർ സെൽഫ് ബിഫോർ യു ടേക്ക് പാർട്ട് ഫ്രം ദിസ് ഹോളി കമ്മ്യൂണിയൻ. അപ്പോൾ യേശുവിന്റെ ശരീരത്തെ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ ശരീരത്തെ ഞാൻ ഓർക്കണം, സ്മരിക്കണം. എന്തിനാണെന്നറിയാമോ? അടുത്തതാ പ്രധാനം. എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കണം, എൻ്റെ ശരീരത്തിൽ ഞാൻ യേശുവിന്റെ ജീവിതം ജീവിച്ചോ എന്ന് എക്സാമിൻ ചെയ്യണം. എക്സാമിൻ യുവർ സെൽഫ്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഓരോരുത്തരും ഈ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുക. അപ്പോൾ യേശുവിന്റെ ശരീരം ഓർക്കണം. ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്മരണയല്ല. എന്താണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചത്? എന്റെ മരണം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനാ? അവന്റെ ജീവൻ എന്നിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ അവന്റെ ജീവൻ ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ക്രൂശിൽ യേശു എന്റെ പകരക്കാരനായിരുന്നു, എനിക്ക് പകരം മരിച്ചു. നമ്മളിപ്പോ ചിലപ്പോ കേൾക്കുന്ന ഉപദേശമുണ്ട്, ഇവിടെ യേശു എന്റെ പകരക്കാരനാണ് എന്ന തിരിച്ച. ഭൂമിയിൽ ഞാൻ യേശുവിന്റെ പകരക്കാരനാണ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. ക്രൂശിൽ യേശു എന്റെ പകരക്കാരനായിരുന്നു. അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി എനിക്ക് ജീവൻ തന്നു. അവൻ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ ചെയ്യാനുള്ളത് നീ ചെയ്യണം. അതെങ്ങനെയാണ്? എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. യേശു പറഞ്ഞു, ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇന്ന് നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വയമായി ഒന്നും ചെയ്യാൻ പാടില്ല. യേശു എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യാൻ എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കണം. അവന് ഭൂമിയിൽ ചെയ്യാനുള്ളത് ചെയ്യാനാ യേശു എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. അപ്പോൾ ഞാൻ ഭൂമിയിൽ യേശുവിന്റെ പകരക്കാരനാണ്. എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, അവൻ എന്നിൽ ജീവിച്ചുകൊണ്ട് ഞാൻ അവന്റെ പ്രവൃത്തി ചെയ്യും. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ യേശു എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പക്ഷേ കാണുന്നത് അവർ യേശുവിനെ അല്ല, എന്നെയാ കാണുന്നത്. യേശു കടലിന്റെ മീതെ നടന്നപ്പോൾ യേശു പറയാ, ഞാൻ സ്വയമായി ചെയ്തതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്തതാ. പക്ഷെ നമ്മൾ കണ്ടതാരെയാ?
യേശുവിനെ. യേശു ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അത് പിതാവിന്റെ പ്രവൃത്തിയാണെന്ന് യേശു പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടത് ആരെയാ? യേശുവിനെ. അപ്പൊ യേശു പറയാ, ഞാൻ പിതാവിന്റെ പകരക്കാരനാണ്. ഇതുപോലെ ഭൂമിയിൽ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യണം. ഞാൻ അവന്റെ പകരക്കാരനാണ്. ക്രൂശിൽ യേശു എന്റെ പകരക്കാരനായിരുന്നു. ഭൂമിയിൽ ഞാൻ യേശുവിന്റെ പകരക്കാരനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ആദ്യം ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ ഓർക്കുന്നു, എന്റെ പകരക്കാരനായി മരിച്ച യേശു. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, യേശുവിന്റെ പകരക്കാരനായിട്ടാണോ ഞാൻ കഴിഞ്ഞ ആഴ്ച ജീവിച്ചത്? എക്സാമിൻ യുവർ സെൽഫ്. എന്നിട്ട് അടുത്ത തന്നെ എന്നറിയാമോ? ശരീരത്തെ വിവേചിക്കാൻ ഞാൻ, അതേതാ? അത് യേശുവിന്റെ ശരീരമല്ല, എന്റെ ശരീരമല്ല. That speaks about those who do not discern the body of the Lord. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാത്തവൻ. അതെന്താണെന്ന് അറിയാമോ? That is church. അപ്പൊ യേശുവിന്റെ ശരീരം, പിന്നെ എന്റെ ജീവിതം, എന്റെ ശരീരം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മൈ ബോഡി ബട്ട് ദ ലൈഫ് ദാറ്റ് ഐ ലിവ് ഇൻ മൈ ബോഡി. യേശുവിന്റെ ശരീരം ഓർക്കണം, എന്റെ ശരീരത്തെ ഞാൻ എക്സാമിൻ ചെയ്യണം. എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ ഞാൻ ഡിസേൺ ചെയ്യണം. അതെന്താണ്? ദാറ്റ് ഈസ് ദ ചർച്ച്. എന്റെ കൂടെ ഇരിക്കുന്നവരെ ഞാൻ ഡിസേൺ ചെയ്യണം. എന്റെ ശരീരത്തെ ശോധന ചെയ്യണം. യേശുവിന്റെ ശരീരം ഓർക്കണം, എന്റെ ശരീരം ശോധന ചെയ്യണം, ദൈവസഭയെ ഡിസേൺ ചെയ്യണം. അല്ലെങ്കിൽ വാട്ട് യു സേ, വിവേചിക്കണം. എന്ത് വിവേചിക്കണം? അയ്യോ, എന്റെ കൂടെ ഇരിക്കുന്ന ആള്, അവന്റെ കൊച്ചിന് നാളെ സ്കൂളിൽ പോകാനുള്ളതാ, ഫീസ് കൊടുക്കാൻ കാശുണ്ടോ ഇല്ലയോ? സഹോദര, എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ചോദിക്കണം. കയ്യിൽ കാശുണ്ടെങ്കിൽ അന്നേരം തന്നെ എടുത്തു കൊടുക്കണം. മറിയാമ്മ ചേർത്തി ആശുപത്രിയിലാണെന്ന് പറഞ്ഞു, മക്കൾ ആരും ഇവിടെ ഇല്ല, പോയി കാണണം, ചെന്ന് സംസാരിക്കണം. ഈ പ്രായമുള്ളവരുടെ അടുത്ത്, ഞാൻ ഈ പ്രായമുള്ളവരുടെ അടുത്തൊക്കെ പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം ഉണ്ടായിട്ടല്ല, സമയമില്ലെങ്കിലും പോയിരിക്കും. അവർ പറയുന്നൊക്കെ കേൾക്കും. കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മറുപടി ഒന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല, പോയി ഇരുന്നൊന്ന് കേട്ടു കൊടുത്താൽ മതി. അതും ഒരേ കാര്യം നമ്മൾ 20 പ്രാവശ്യം പോയാൽ 20 പ്രാവശ്യവും പറയുന്ന ഒരേ കാര്യമാണ്. ഇരുന്ന് കേട്ടൊന്ന് ചിരിച്ചു കൊടുത്താൽ മതി. അവർക്ക് എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? അതൊക്കെ ശരീരത്തെ വിവേചിക്കുന്നതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതാണ് അപ്പം നുറുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. പിന്നെ പ്രാർത്ഥന കഴിച്ചും പോന്നു. എന്താണ് പ്രാർത്ഥന കഴിക്കുക എന്ന് പറഞ്ഞാൽ? വീട്ടിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ കൂടി വരുമ്പോഴാണ് എൻ്റെ സഹോദരന്റെ നീഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നത്. സഭയിലെ ഓരോ വ്യക്തിയും എൻ്റെ സഹോദരനും സഹോദരിയുമാണ്, എൻ്റെ മാതാവും പിതാവുമാണ്, എൻ്റെ മക്കളാണ്. എൻ്റെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ സഭയിലെ മാതാക്കൾ എൻ്റെ മാതാക്കളാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ മലയാളിയുടെ ഒരു വലിയ ഒരു ഗുണം കേട്ടോ. ഞാൻ ഈ മറ്റ് രാജ്യക്കാരുമായിട്ടൊക്കെ ഒത്തിരി ഇടപെട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പണ്ട് 86-87 ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഡൂലോസ് ഷിപ്പിലുണ്ടായിരുന്നു. അപ്പം പല രാജ്യക്കാരായ 40 രാജ്യക്കാരായ 350 പേര് കപ്പലിലുണ്ട്. അപ്പൊ അന്ന് ഞാൻ ചെറുപ്പോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാന്നറിയാമോ? എല്ലാരെയും പേരാ വിളിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടർ മൈക്ക് സ്റ്റാച്ചുറ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ വിളിക്കുന്നത് മൈക്ക്. എനിക്കാണെങ്കിൽ മൈക്ക് അങ്കിളെ എന്നൊന്ന് വിളിക്കണമെന്നുണ്ട്, മൈക്കച്ചായ എന്നൊന്ന് വിളിക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ വിളിച്ചാൽ അങ്ങേർക്ക് വല്ലതും മനസ്സിലാകുമോ? അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എല്ലാരും മൈക്ക് മൈക്ക് അല്ലെങ്കിൽ ജാൺ. ഞാൻ ചിലപ്പോൾ ആലോചിക്കുക, ഈ മലയാളികളുടെ എന്തൊരു സുഖമാണ്. നമുക്കൊന്നുമല്ലേ അച്ചാച്ചാ, ചേട്ടാ, അച്ചായ, അമ്മച്ചി എന്നൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റുമല്ലോ. അത് തന്നെ എന്നാ സുഖമാണെന്നറിയാമോ? ഒടുവില് ഒരു നോർവീജിയൻ ഉണ്ടായിരുന്നു. അയാള് ഞാൻ ഒത്തിരി അങ്ങ് ക്ലോസ് ആയി. അയാളോട് ഞാൻ ചോദിച്ചു, എന്നെക്കാളൊക്കെ ഒത്തിരി മൂത്തതാ. അപ്പൊ എനിക്കന്ന് 26 വയസ്സേ ഉള്ളൂ, അദ്ദേഹത്തിന് 40 വയസ്സുണ്ട്. പുള്ളി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ സ്വകാര്യമായി ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു സംതിങ് പ്രൈവറ്റ്ലി.
പിന്നെ അദ്ദേഹം ചോദിച്ചു വാട്ട്, ഭയങ്കര സ്നേഹമായിരുന്നോണ്ട് can I call you uncle? ഞാൻ അങ്കിളെ ഒന്ന് വിളിച്ചോട്ടെ? പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു യെസ് you can call me uncle but on one condition. What? I will call you my son. ഞാൻ നിന്നെ എന്റെ മോനെ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു ഓ ഐ ആം സോ ഹാപ്പി. അപ്പോഴേ ഞാൻ ഓർത്തത് എടാ ഈ മലയാളിയുടെ ഒക്കെ ഒരു ഭാഗ്യം എന്തോ, നമുക്കൊക്കെ എത്ര അപ്പച്ചന്മാരും എത്ര അമ്മച്ചിമാരും എത്ര മക്കളും, ഓ എന്തൊരു സുഖമാണെന്നറിയാം. അല്ലാത്ത ഒരു രാജ്യത്തൊക്കെ പോയി നിങ്ങൾ താമസിക്കണം, അന്നേരം അറിയാം അതിന്റെ ആ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ദൈവസഭയുടെ ഒരു പ്രത്യേകതയാണ്. ദൈവസഭയിൽ നമ്മളെല്ലാം ചേട്ടന്മാരും അച്ചായന്മാരും അമ്മച്ചിമാരും ഒക്കെയാണ്. അതിന്റെ സുഖം ഒന്ന് വേറെയാണ്. നമ്മൾ ഒരു കുടുംബമാണ്. അതാണ് നമ്മൾ ദൈവസഭയുടെ പ്രത്യേകത. ഇറ്റ് ഈസ് എ ബിഗർ ഫാമിലി. ഇതൊക്കെ അടിസ്ഥാനപരമായ ഡോക്ടറിനാണ്. പക്ഷെ അടിസ്ഥാന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല, എനിക്കറിയത്തില്ല. ദീസ് ആർ ഓൾ ബേസിക് ഡോക്ട്രിൻസ്. കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്. കർത്താവിന്റെ അടുത്ത് അവന്റെ അമ്മയും സഹോദരന്മാരും വന്നപ്പോൾ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്തിരിക്കുന്നു. എന്നെ കർത്താവിനെ പറഞ്ഞു ആരാകുന്നു എന്റെ അമ്മയും സഹോദരന്മാരും? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊരു ഡിഫറൻ്റ് ആയിരിക്കും എന്നറിയാമോ. ഇവരൊക്കെ ഭയങ്കര, ഞാൻ ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ ആഫ്രിക്കയിൽ ചെന്ന സമയത്ത് ഞാൻ ആദ്യം ചെന്ന ചർച്ചിലെ കുറച്ച് വിഡോസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒരു ചെറിയ ഒരു സങ്കടമല്ല, വിഡോസ് ഒത്തിരി പേരുണ്ട്, ഒന്നും ഉള്ളവരല്ല. അപ്പം നമ്മളെ അവിടുത്തെ മിഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു റിട്ടയർഡ് ക്യാപ്റ്റനാ. പുള്ളി നമ്മുടെ മിഷണറിയാ, ഫുൾ ടൈം മിഷണറിയാ. അപ്പം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ I would like to give something to them but I don't want to make it public. Can you just call them to the office? അപ്പം ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അമ്മയ്ക്ക് വല്ലതും കൊടുക്കും. അത് വെറുതെ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും തരികയായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചാൽ എനിക്ക് പരിചയമുള്ളൂ, അവർക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവരോട് പറഞ്ഞതാ. ഞാൻ ചിന്തിച്ച ആൾക്കാ കൊടുക്കണ്ട. അങ്ങനെ ഇവിടെ വന്നപ്പോഴാ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഇവിടെ ഒത്തിരി അമ്മമാരുണ്ടല്ലോ, നിങ്ങളൊക്കെ എൻ്റെ അമ്മമാരാ, അതുകൊണ്ട് ഞാൻ തരുന്നത് ദയവായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പൈസ കൊടുത്തു. എന്റെ ദൈവം എന്നാ കരച്ചിലായിരുന്നറിയാവോ. കെട്ടിപ്പിടിച്ച് ഈ അമ്മച്ചിമാരെല്ലാം കരയാൻ തുടങ്ങി. കാര്യം അവർ ഈ ചാരിറ്റി ഒക്കെ കണ്ടിട്ടുള്ളത് നമ്പർ 1 സേറ മഗാംബെ. അപ്പം നേരെ ചെന്നിട്ട് ഇച്ചിരി പൈസ വാങ്ങിക്കുക, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അതിന് പകരം ഒരാള് ചെന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മയാ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതാണ് ദൈവസഭ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ചർച്ച്. ഇതൊക്കെയാണ് നമ്മുടെ സഭകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായ കാര്യം. നമുക്ക് ഇവരൊക്കെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആകുന്നതായ ഒരു സ്റ്റേജ്. ദീസ് ആർ ഓൾ ബേസിക് ഡോക്ട്രിൻസ്, അതിന് സംശയമില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്തറിയാമോ? നമ്മുടെ പ്രശ്നം നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഉപദേശങ്ങളെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച ഒരു ദൈവത്തെ നമുക്ക് വേണ്ട. ഞാൻ ചിലപ്പം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഡോക്ട്രിനൽ എൻകൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ട്രിൻ ഓഫ് ഗോഡ് അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. 2 കൊരിന്ത്യരുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസഭയിലുടനീളം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് വേദപുസ്തകത്തിലെ യേശു അല്ല, മറ്റൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഇതാണ് ഡോക്ട്രിനൽ എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഡോണ്ട് ജസ്റ്റ് ബിലീവ് എവറി പ്രീച്ചിങ്. യൂദായുടെ ലേഖനത്തിലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്
ആത്മാക്കൾ എങ്ങനെയുള്ളതെന്ന് നിങ്ങൾ ശോധന ചെയ്യണമെന്നാ പറയുന്നത്. അല്ലാതെ എല്ലാം വെട്ടി വിഴുങ്ങരുത് എന്ന് ആണ് കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നത്. എല്ലാം വെട്ടി വിഴുങ്ങരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശോധന ചെയ്യണം എന്ന് കൃത്യമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവർ ദൈവവചനം കൈക്കൊണ്ടു, എന്നാൽ വീടുകളിൽ ചെന്ന് അത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്തു, എന്നിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ ഞാനിത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഇവരാരുടെ പ്രസംഗമായി ഇത്രയും കൃത്യമായിട്ട് പോയിരുന്ന് ശോധന ചെയ്തതെന്നറിയാമോ? ആരുടെ പ്രസംഗം? പൗലോസിന്റെ. പൗലോസ് പ്രസംഗിച്ചിട്ടുണ്ട്. അവർ പറയുന്നതെന്നറിയാമോ? ആ പ്രസംഗമൊക്കെ കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോയെന്ന് നോക്കട്ടെ, ഈ പറഞ്ഞത് തിരുവെഴുത്തുകൾക്ക് അനുസരിച്ച് ആണോ നീ പ്രസംഗിച്ചതെന്നൊന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഞങ്ങളിപ്പോ ഇങ്ങനെ കൈക്കൊണ്ടു, ഞങ്ങൾ കേട്ടു, പക്ഷേ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇതൊന്ന് ശോധന ചെയ്യണം. അപ്പൊ ഞാൻ പറയായിരുന്നു, ബെരോവയിലെ ക്രിസ്ത്യാനികൾ പൗലോസ് പ്രസംഗിച്ചിട്ട് പോയി തിരുവെഴുത്തുകളെ ശോധന ചെയ്തിട്ടാണ് അത് സ്വീകരിച്ചതെങ്കിൽ, അല്ല സാജി പ്രസംഗിച്ചാൽ നിങ്ങൾ എന്തിനായി വിട്ടുവിഴുങ്ങുന്നത്? പോയി നോക്ക്. സാജു എന്നല്ല, ഏത് വലിയ കൊടി കെട്ടിയവൻ, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കൊടി കെട്ടിയവൻ പ്രസംഗിച്ചാലും എന്ത് ചെയ്യണം? ഗോ ആൻഡ് ചെക്ക് വിത്ത് ദ സ്ക്രിപ്ചർ. വേദപുസ്തകവുമായി നമ്മൾ അതിനെ ശോധന ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ ഏറ്റെടുക്കാനായിട്ട്. ഇനി ഞാൻ പ്രസംഗിക്കുന്ന വാക്കുകളിലും ഏതെങ്കിലും ദൈവവചന പ്രകാരമുള്ളതല്ലെങ്കിൽ നിങ്ങൾ എന്നോടുകൂടെ പറഞ്ഞു തരണം ദയവ് ചെയ്ത്. കാര്യം എനിക്കും തെറ്റ് പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ട് നിങ്ങൾ പറ, എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. എൻ്റെ പ്രസംഗത്തിലെ തെറ്റുകൾ കാണിച്ചു തരുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. അത് തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്താം. ചിലത് പിന്നെ എൻ്റെ വിശ്വാസം ആയിരിക്കത്തില്ല, വേറൊരാളുടെ വിശ്വാസം. ഓരോരുത്തർ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്ത് വ്യത്യാസം കാണും. അതുകൊണ്ട് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുന്നവരെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാത്തവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിഫറൻസ് കാണും, അത് കുഴപ്പമില്ല. ബില്ലി ഗ്രഹാം പ്രസംഗിച്ചത് മുഴുവനും അതുപോലെ ഏറ്റെടുക്കുന്ന ആളല്ല ഞാൻ. ചിലപ്പോൾ എനിക്കും ബില്ലി ഗ്രഹാം പറഞ്ഞ ചില കാര്യത്തിൽ എനിക്ക് ചിലപ്പം വിയോജിപ്പ് കാണും. എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ബില്ലി ഗ്രഹാമിനോട് ബഹുമാനമില്ലാതെ വരും. ഇല്ല. ചില ആളുകൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറയും, ചിലപ്പം അന്യഭാഷയെ കുറിച്ച് അത്രയും അത് വേണ്ടത് അങ്ങനെ വലിയ വേണ്ടതല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും. എന്ന് വെച്ചുകൊണ്ട് ഞാൻ അവരോട് വിരോധമൊന്നുമില്ല എനിക്ക്. എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമല്ലാത്ത എന്തെങ്കിലും ഉപദേശത്തിൽ ആരെങ്കിലും വ്യത്യസ്തമായ ഒരു അറിവ് അവർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ, അതോടുകൂടെ അവരെ മൊത്തമായിട്ട് ഞാൻ ഒഴിവാക്കത്തൊന്നുമില്ല. അപ്പൊ ഡോക്ട്രിനൽ എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ എൻകൗണ്ടർ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വഴി തെറ്റിക്കാനായിട്ട് ഒരാള് ഒരു ദുരുപദേശം പറഞ്ഞാൽ അയാളുമായിട്ട് കൂടിച്ചേരാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഡീറ്റെയിൽസിൽ ചിലപ്പം നമുക്ക് രണ്ടുപേർക്ക് തമ്മിൽ വ്യത്യാസമൊക്കെ തോന്നിയെന്നിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അർമഗദോൻ യുദ്ധത്തിൽ കുതിരപ്പട്ടാളം വരുന്നത് റഷ്യയിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ നമുക്കൊരു കോൺസെൻസസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നിരിക്കും. ഒരാൾ പറഞ്ഞെന്നിരിക്കും ചൈന എന്നാ, ഒരാൾ പറഞ്ഞെന്നിരിക്കും റഷ്യ എന്നാ. അപ്പം അതിന്റെ പേരിൽ അവർ നമ്മൾ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ചൈനയിൽ നിന്ന് വന്നാലും റഷ്യയിൽ നിന്ന് വന്നാലും നമുക്കൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഡോക്ടറിനൊക്കെ പറയുമ്പോഴത്തേക്ക് തലനാരിഴ കീറി എല്ലാം ഒരുപോലെ ആയെങ്കിൽ മാത്രമേ നമ്മൾ യോജിക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആളുകൾക്ക് ഉണ്ടായെന്നിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടുന്ന് വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഞാൻ അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്, ഞാൻ കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അന്തിക്രിസ്തു ഇറ്റലിയിൽ നിന്നാണോ വരുന്നത്, റോമിൽ നിന്നാണോ, ഇനി അതല്ല ജർമ്മനിയിൽ നിന്നാണോ എന്നൊന്നും എനിക്ക് അറിയത്തുമില്ല. എനിക്ക് അത് അറിഞ്ഞിട്ട് വലിയ അത്യാവശ്യമില്ല.
എനിക്ക് അറിയേണ്ട കാര്യം, കർത്താവ് വരും. എനിക്ക് അറിയാവുന്ന കാര്യം, കർത്താവ് വരും. അവന്റെ വരവിൽ ഒരുങ്ങിയിരിക്കുന്ന കാന്ത അവനോട് കൂടെ എടുക്കപ്പെടും. അപ്പൊ എന്റെ ജോലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്നോട് കൃത്യമായിട്ട് ആവശ്യം, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരെ ദൈവം വിളിച്ച സ്ഥിതിയിൽ അവർ ചെയ്തോണ്ട് എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്: നീ ദൈവസഭയെ എന്റെ വരവിന് വേണ്ടി ഒരുക്കുക. അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയല്ല, എന്റെ വരവിന് വേണ്ടി. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അന്തിക്രിസ്തു എതിരെ വരുമെന്ന് നോക്കിയിരിക്കുകയും ചെയ്യും, യേശു കർത്താവ് വന്നു പോകുന്നു നമ്മളോട്ട് അറിയത്തുമില്ല. അങ്ങനെ ആകരുത്. നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിച്ചോ, നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാതെ അന്തിക്രിസ്തു എവിടുന്നാ വരുന്നത്, അധർമ്മമൂർത്തി എവിടെയാ വെളിപ്പെടുന്നത്, കൊറോണ വൈറസിന് ഇനിയിപ്പോ കയ്യേല് ചിപ്പ് വെക്കുമോ? പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു, ചിപ്പുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അതെല്ലാം അന്തിക്രിസ്തുവിന്റെ ആണെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ATM കാർഡിൽ ചിപ്പ് വന്നപ്പോ എന്തോ ഒരു പ്രശ്നമായിരുന്നെന്ന് അറിയാമോ? ATM കാർഡിൽ ചിപ്പ് വന്നപ്പോഴേ അത് അന്തിക്രിസ്തുവിന്റെ ആണ്, അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഞാനിപ്പോ ബ്രസീലിൽ 3 മാസം സ്ട്രാൻഡേഡ് ആയി പോയി. നമ്മൾ ഈ ബ്രസീലിൽ പോയത് ഫോറിൻ കറൻസി ഒന്നും കയ്യിൽ അത്രയും വെച്ചോണ്ടൊന്നും അല്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞ് 3 മാസം എനിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ചിപ്പുള്ള ഇന്ത്യയിലെ ഒരു ATM കാർഡ് ചിപ്പുള്ള ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താൽ ഞാൻ ഈ 3 മാസം അവിടെ താമസിച്ചത്. അപ്പൊ ഈ ചിപ്പുള്ള കാർഡ് അന്തിക്രിസ്തുവിന്റെ ആണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവിടെ മിക്കവാറും പട്ടിണി കിടന്ന് യാത്ര ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മൾ ചിപ്പ് വരുന്നൊന്നും നോക്കിയൊന്നുമല്ല ഇരിക്കേണ്ടത്. നമ്മൾ നോക്കിയിരിക്കേണ്ടത് എന്താണ്? ചുമന്ന പശു വരുന്നോ, ഏലിയൻസ് ആകാശത്തൂടെ പറന്ന് നടക്കുന്നുണ്ടോ, അവരെ പെണ്ണുങ്ങളെ വല്ലതും പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇതൊക്കെയാ ഇന്നത്തെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കേണ്ടത് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഉപദേശമുള്ളവരെ അല്ല കർത്താവ് കൊണ്ടുപോകുന്നത്. തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു കന്യകയെ തിരക്കിയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് ജനങ്ങളെ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയിൽ അവരെ ഒരുക്കുക എന്നുള്ളതാണ് സഭയുടെ ഇന്നത്തെ കർത്തവ്യം. അല്ലാതെ ഇന്റലിജൻസിലോ ഇൻഫർമേഷനിലോ അവരെ ഒരുക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ഡോക്ട്രിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും പ്രോബ്ലം ഉണ്ട്. ഇന്ന് നമ്മുടെ ചിന്ത ഡോക്ട്രിൻ എന്ന് പറയുന്നത് പ്രീ ട്രിപ്പ് ആണോ, പോസ്റ്റ് ട്രിപ്പ് ആണോ, മിഡ് ട്രിപ്പ് ആണോ, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടായി കഴിഞ്ഞെങ്കിലേ പറ്റൂ എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഞാൻ പറയുന്നത്, എനിക്കിതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് വരും. അവൻ ഇന്ന് വേണമെങ്കിലും വരാം. ഇന്ന് രാത്രി നമ്മൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കർത്താവ് വന്നാൽ സൂം മീറ്റിംഗ് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനങ്ങ് പോകും. ഓൾമോസ്റ്റ് നമ്മളിൽ മിക്കവരും അങ്ങ് പോകും, നമുക്കറിയാം. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞോ, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യം. ഇവിടെ നമ്മള് അവന്റെ ഒരു ഡോക്ടറിൽ ഒരാൾ പറയുമ്പോൾ നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം, അത് ബിബ്ലിക്കലാണോ ഇല്ലയോ എന്നുള്ളത്. ഏത് ഡോക്ടറിൻ എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അർമഗദ്ദോനിൽ കുതിര വരുന്നത് എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ചെക്ക് ചെയ്ത് നമ്മൾ അങ്ങ് മനസ്സിലാക്കേണ്ട വലിയ അത്യാവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, മനസാന്തരത്തെക്കുറിച്ചുള്ള ഉപദേശം, അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ, നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, രക്ഷയുടെ നിദാനം എന്താണ്, ഇതുപോലെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ, കർത്താവിന്റെ വരവിന് ശേഷം ഇവിടെ സംഭവിക്കുന്ന 3.5 കൊല്ലത്തെ കാര്യവും 7 കൊല്ലത്തെ കാര്യങ്ങളും അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വന്ന് കർത്താവ് എടുത്ത് നമ്മളെ കൊണ്ടുപോയതിന് ശേഷമാണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും ദുരുപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് സ്പീക്സ് അബൌട്ട് അനദർ ജീസസ്, മറ്റൊരു യേശു. പലപ്പോഴും നമ്മൾ ചോദിക്കും, ഇവിടെ ആരും വേറെ യേശുവിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്.
ഇന്നുള്ള പ്രസംഗങ്ങളിൽ നല്ലൊരു ശതമാനവും പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്. അതെന്താ ബ്രദറെ അങ്ങനെ പറയാൻ കാര്യം? അവരെല്ലാം യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ. പക്ഷേ ഈ യേശു എന്ത്, അല്ലെങ്കിൽ ആ യേശുവിന്റെ പ്രത്യേകതകൾ അവർ പറയുന്നത് എന്താണ്? പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു യേശുവിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെയാണ്. ഞാൻ ഈ കഴിഞ്ഞ നവംബറില് മൊസാംബിക്കിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാഷണൽ കോൺഫറൻസ്, പാസ്റ്റേഴ്സ് കോൺഫറൻസ്, 3000 സഭകളുണ്ട് അവർക്ക്. അവരുടെ പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു കോൺഫറൻസിന് ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പൊ അവിടെ ഇന്ത്യക്കാരെ കുറിച്ച് അവർക്ക് ഭയങ്കര പുച്ഛമാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെല്ലാം പശുവിനെ ആരാധിക്കുന്നവരാണ്, പാമ്പിനെ ആരാധിക്കുന്നവരാണ്. അവർക്ക് ആർക്കും ഇന്ത്യ ക്രിസ്ത്യാനികളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് വിശ്വാസമില്ല. നമുക്കാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. ഇനി അത് തന്നെയല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരാൾ മിഷണറി ആയിട്ട് ഇന്ത്യയിലേക്ക് വന്ന എങ്ങനെ ഇരിക്കും? നമ്മൾ പറയും പിന്നെ അഫ്ഗാനി ഇവിടെ വന്നെന്തോ സുവിശേഷം പറയാനാണെന്ന് പറയും. ഇതുപോലെയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യക്കാരൻ മിഷണറി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അവർ ചോദിക്കുന്ന ഇന്ത്യ ക്രിസ്ത്യാനികളുണ്ടോ, 2 ഇന്ത്യക്കാരന് വേദോസം അറിയാമോ. അവർ നോക്കുമ്പോൾ ഗുജറാത്തിയെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ യേശു, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗുജറാത്തികളെല്ലാം പണത്തെ ആരാധിക്കുന്നവരാണ്, പണം മാത്രമേ അവർക്കുള്ളൂ, എന്ത് കള്ളത്തരവും കാണിച്ച് കാശുണ്ടാക്കും. ഇതൊക്കെയാണ് അവർക്ക് പൊതുവേ ഉള്ള ഒരു ധാരണ. സത്യമാണോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. ദാറ്റ് ഈസ് വാട്ട് ദേ അണ്ടർസ്റ്റാൻഡ്. അവരുടെ അനുഭവം വെച്ച് അവർ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെന്നപ്പോ എന്നെ ആദ്യ സമയങ്ങളിലൊന്നും ചർച്ചസിലൊന്നും പ്രസംഗിക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. നമ്മൾ എന്തോ കള്ളത്തരവുമായിട്ട് വന്നതാണെന്ന് ഇവരുടെ ചിന്ത. എന്നാൽ ബൈബിള് പ്രസംഗിച്ചോളൂ. ഇത് 13 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. 12 വർഷം മുമ്പ് ആദ്യത്തെ 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ ദൈവവചനം എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. പിന്നീട് എല്ലാവരും നിർബന്ധമായിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ 12 വർഷം മുമ്പ് അവരുടെ നാഷണൽ കോൺഫറൻസിന് എന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചു. അപ്പൊ അത് അവര് ദൈവവചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ദൈവവചനത്തിന് അനുസൃതമാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവർ വിളിച്ചത്. അപ്പൊ ഇപ്രാവശ്യമാണെങ്കിലും ഇതേപോലെ ഇപ്രാവശ്യം ഞാൻ അവരുടെ ഗസ്റ്റ് സ്പീക്കറായിരുന്നു. അപ്പം ഐ ഹാഡ് എ ടോക്ക്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഇന്ത്യക്കാരെല്ലാം പശുവിനെ ആരാധിക്കുന്നു, ഇന്ത്യക്കാരെല്ലാം പാമ്പിനെ ആരാധിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാമ്പിനെ ആരാധിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് അവർ പശുവിനെ ആരാധിക്കുന്നത്? പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞു കാരണം പശുവാണ് അവർക്ക് പാല് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പാമ്പിനെ ആരാധിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പാമ്പിനെ ആരാധിച്ചില്ലെങ്കിൽ പാമ്പ് കൊത്തും. അപ്പോൾ പാല് കൊടുക്കുന്നത് കൊണ്ട് പശുവിനെ ആരാധിക്കുന്നു, കൊത്തുന്നത് കൊണ്ട് പാമ്പിനെ ആരാധിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ഓക്കെ മീറ്റിംഗാ, വലിയ മീറ്റിംഗാ. ഞാൻ പറഞ്ഞല്ലോ 3000 സഭകളുടെ മീറ്റിംഗാ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. എന്നെ ചോദിച്ചാട്ടെ. നിങ്ങളുടെ സഭയിൽ, എല്ലാം അസംബ്ലീസ് ഓഫ് ഗോഡാ, പെന്തിക്കോസ്ത് സഭയാ, നിങ്ങളുടെ സഭയിൽ ആളുകൾ എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്? പാവം പിടിച്ച ആഫ്രിക്കക്കാരോട് മാത്രം വേണ്ട, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ. നമ്മുടെ സഭയിലെ ആളുകൾ എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്? പാല് കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് കൊണ്ട്, നമ്മുടെ അത്യാവശ്യങ്ങളെല്ലാം നടത്തി തരുന്നത് കൊണ്ട്, നമ്മളെ അത്യാവശ്യം പോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാറ് തരുന്നത് കൊണ്ട്, നമുക്ക് വീട് തരുന്നത് കൊണ്ട്, നമുക്ക് ജോലി തരുന്നത് കൊണ്ട്, എന്തെല്ലാം അതൊക്കെ നമ്മൾ യേശുവിനെ ആരാധിക്കാൻ കഴിയും. അല്ലാതെ എന്തോ. പിന്നെ പോകുന്ന വഴിക്ക് വണ്ടി ഒന്നും ഇടിക്കരുതല്ലോ, കൊത്തരുതല്ലോ, അല്ലേ? ശല്യമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത്, ഹിന്ദുക്കള് പശുവിനെ ആരാധിക്കുന്നതിന് പകരം യേശുവിനെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നതിന് പകരം യേശുവിനെ ആരാധിക്കുന്നു. ഇപ്പൊ ഞാൻ എല്ലാം പാസ്റ്റർമാരോട് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഇന്ത്യയിലൊന്നും അല്ല, നിങ്ങളുടെ സഭയിലാന്ന് തോന്നുന്നു. കാര്യം നിങ്ങള് പശു യേശുവിനെയും പാമ്പ് യേശുവിനെയും ഒക്കെ ആരാധിക്കുന്നു, അല്ലാതെ വേദപുസ്തകത്തിലെ യേശുവിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നു.
ഇതാണ് വേറൊരു യേശു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അനദർ ജീസസ്. അത് പറയുമ്പോൾ നമ്മുടെ സഭകളിലൊക്കെ മിക്കവർക്കും യേശു ആരാണ്, യേശു എന്ത് ചെയ്യുന്നു എന്നറിയാൻ വയ്യാതെ അവനെ ആരാധിക്കുന്നു. കാരണം യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം പാല് തരുന്ന യേശു, അല്ലെ കൊത്തുന്ന യേശു. മെഗാ ചർച്ചിലെ പാസ്റ്റർമാരെല്ലാം വന്നിട്ട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ മണിമാളിക, നിങ്ങൾക്ക് വീട് തരാൻ കോട്ടയംകാരൻ പ്രസംഗിക്കുന്ന 2020 വല കീറുമാറാകുവോളം ഈ വർഷം വല കീറുമാറാകുവോളം എല്ലാവരുടെയും വല കീറിയിരിക്കുക. ഇപ്പൊ അപ്പൊ വല കീറുമാറാകുവോളം കൊടുക്കുന്ന യേശുവിനെയാണ് ആരാധിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, വല കീറുമാറാകുവോളം മീൻ കിട്ടിയപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ വിടത്തില്ല എന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. അതാ കൃത്യമായ യേശുവിനെ കുറിച്ചുള്ള ദർശനം. യേശു വല കീറുമാറാകുവോളം നിറയ്ക്കുന്നവനാണ് എന്ന അറിവ് മാത്രമല്ല പത്രോസിനുണ്ടായിരുന്നത്. പത്രോസിന് മനസ്സിലായി, ഇവൻ ദൈവമാണ്. എന്റെ പാപങ്ങളെ ശിക്ഷിക്കുവാൻ കഴിവുള്ളവനായ, യോഗ്യതയുള്ളവനായ എന്റെ ന്യായാധിപതിയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നവൻ മനസ്സിലാക്കി. അവൻ പറയാ, കർത്താവേ, എന്നെ ശിക്ഷിക്കരുത്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എന്നെ വിട്ടുപോകണമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ യേശുവിനെ പ്രസംഗിക്കാതെ വല കീറുമാറാകുവോളം മാത്രം പ്രസംഗിച്ചാൽ നിങ്ങൾ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ആ ബ്രദറെ, നമ്മള് വല കീറുമാറാകുവോളം കൊടുത്തില്ലയോ? ആ, കൊടുത്തു. എന്നിട്ട് എന്തോ ചെയ്തു? എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇതാണ് പ്രശ്നം. എന്നറിയാമോ? അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കോട്ടയംകാരൻ അത് പ്രസംഗിക്കത്തില്ല. കോട്ടയംകാരൻ എന്താ പ്രസംഗിക്കത്തുള്ളൂ? വല കീറുമാറാകുവോളം. എന്നാൽ അതിന്റെ അടുത്ത വാക്യം കൂടെ പറ. വല കീറുമാറാകുവോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ താണു വീണ് കരയുകയാണ്, കർത്താവേ, എന്നെ വിട്ടുപോകണമേ. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മുടെ പാപങ്ങളുമായി കർത്താവിന്റെ സന്നിധി നിൽക്കാൻ യോഗ്യതയില്ല. അവൻ നമ്മെ ശിക്ഷിക്കുവാൻ അധികാരമുള്ള കർത്താവാണ്. അതെന്താ പ്രസംഗിക്കാത്തത്? വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാൽ യേശുവിനെ സകല അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത് പ്രൊവൈഡറായിട്ടല്ല, കർത്താവായിട്ടാണ്. അപ്പോസ്തലരുടെ 2 അധ്യായത്തിൽ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനമൊക്കെയും അറിയട്ടെ. ആരാ കർത്താവ്? നിങ്ങളുടെ ന്യായാധിപതി, നിങ്ങളുടെ വിധി കർത്താവാണവൻ. നിങ്ങളുടെ ഭാവി നിത്യതയിൽ ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കണമോ അതോ തീക്കിരയായി നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കുന്ന വിധി കർത്താവ് യേശുവാണ്. അത് പ്രസംഗിക്കാതെ വല കീറുമാറാകുവോളം പ്രസംഗിച്ചാൽ നിങ്ങൾ മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ട് ശ്രദ്ധിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ നിങ്ങൾ നിമിത്തം അവൻ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാര് അത്രയെന്നുമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്ന്. കർത്തൃത്വം നടത്തുന്നവൻ, നിന്റെ വിധി കർത്താവ്, നിന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പറഞ്ഞു വിടാൻ അധികാരമുള്ളവൻ, അവന്റെ മുമ്പിൽ മുട്ടുമടക്ക്, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് നമ്മളെ ചില്ലറ കടങ്ങളൊക്കെ മാറ്റാനാണെന്നാണ് ഇവർ പറയുന്നത്. നിന്റെ കടം മാറ്റാൻ യേശു വന്നു, നിന്റെ രോഗം മാറ്റാൻ യേശു വന്നു, നിന്റെ നിനക്ക് വീട് തരാൻ യേശു വന്നു. പ്രിയമുള്ളവരെ, യേശു ഭൂമിയിലേക്ക് വന്നത്, ശരിക്കും യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു കാരണവശാലും ഈ വക കാര്യങ്ങൾക്കല്ല. എന്നാൽ വന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ചില ആളുകളെ രോഗികളായൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സലിവ് തോന്നി, അവന്റെ രോഗത്തെയൊക്കെ മാറ്റി കൊടുത്തു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഞാൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ പോകുന്ന ആളാ. മലാവി എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട്, ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ മലാവി ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ സപ്പോസ് ഗവൺമെന്റ് എന്നോട് പറയുകയാണെന്ന് വെച്ചോ, സാജു, മലാവിയുടെ അംബാസിഡറായിട്ട് ഞങ്ങള് നിന്നെ പറഞ്ഞു വിടുകയാണ്, ഇന്ത്യൻ ഗവൺമെന്റ് എന്നെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് എനിക്ക് ആദ്യം ഒപ്പുവെക്കേണ്ട ഒരു വലിയ ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേക ദൗത്യമായിട്ട് എന്നെ പറഞ്ഞു വിടുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലാവിയിൽ ഒത്തിരി പേരുടെ അംഗവൈകല്യം മീൻസ് കാലും ഒക്കെ ആംബ്യൂട്ട് ചെയ്തതായ ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അവരെ സഹായിക്കാൻ ഒരു പ്രോജക്റ്റ് ഇട്ടു. അതുപോലെയുള്ള ആളുകൾക്ക് കൃത്രിമ കൈകളും കൃത്രിമ കാലുകളും വെച്ചു കൊടുക്കുന്ന, സൗജന്യമായി വെച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്. അപ്പൊ അത് മലാവിയൻ ഗവൺമെന്റുമായിട്ട് ഞാൻ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഒപ്പിടാൻ പോവുകയാണ്. ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ അവരുടെ പാർലമെന്റിലേക്ക് പോവുകയാണ് ചർച്ചയ്ക്ക് വേണ്ടി, ഒപ്പിടാൻ വേണ്ടി. അപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ മീഡിയ എല്ലാം വന്ന് ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കാല് ആംബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അയാൾ ഈ മുച്ചാടൻ വണ്ടിയിൽ വന്ന് എന്നോട് ഭിക്ഷ ചോദിച്ചു. ഉദാഹരണം പറയാ, ഭിക്ഷ ചോദിച്ചപ്പോൾ ടി വിക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, 1000 ക്വാച്ച എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസിയാ, നമ്മുടെ 500 രൂപ, 1000 ക്വാച്ച എടുത്ത് ഞാൻ അയക്ക് കൊടുത്തു. അപ്പൊ പത്രക്കാർ എഴുതുകയാണെന്ന് വെച്ചു, ഇന്ത്യയുടെ അംബാസിഡർ മിസ്റ്റർ സാജു ജോൺ മാത്യു ഇന്ത്യയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മലാവിയിൽ വന്നിറങ്ങി. ഇവിടെയുള്ള കാല് മുറിച്ച ഒരു സാധാരണക്കാരന് 1000 ക്വാച്ച കൊടുക്കാനായിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം? ഞാൻ മലാവിയിലേക്ക് പോയത് അയാൾക്ക് 1000 ക്വാച്ച കൊടുക്കാനൊന്നുമല്ല, പിന്നെ അയാളുടെ കാല് മുറിഞ്ഞിരിക്കുകയല്ലയോ, അയാൾക്ക് ഇച്ചിരി കഴിഞ്ഞാൽ കാല് വെച്ചു കൊടുക്കാനുള്ള സിസ്റ്റം എല്ലാം ഉണ്ട്. അതുവരെ ഒരു ആശ്വാസത്തിന് 1000 ക്വാച്ച ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പറയുന്നത് യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നമുക്ക് വീട് തരാൻ, നമുക്ക് കാറ് തരാൻ കർത്താവ് വന്നു. ഇതിനൊന്നുമല്ല കർത്താവ് വന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. പിന്നെ വന്ന കൂട്ടത്തിൽ ചിലരെ രോഗികളെ കണ്ടപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. അത് ഞാനാണെങ്കിലും ചെയ്യും. ഞാനാണെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മിഷൻ ഫീൽഡിലൊക്കെ രോഗികളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ പിന്നെന്തോ ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് സൗഖ്യമാക്കും. അതെല്ലാം കർത്താവ് ചെയ്യുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിലും രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിന് ഇപ്പം വന്ന് കാൽവറി ക്രൂശിൽ മരിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ലായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഏത് രോഗിയും സൗഖ്യമാകും. സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഏത് മരിച്ചവനും ഉയർത്തെഴുന്നേൽക്കും. സ്വർഗത്തിൽ നിന്ന് വാക്ക് കൽപ്പിച്ചാൽ നിന്റെ കുടിലിന് മുമ്പിൽ 4 നില കെട്ടിടം ഉയരും. സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ BMW കാർ നിന്റെ
മുന്നേ വന്ന് കിടക്കും. അതിനൊന്നും ഇപ്പൊ കാൽവറി ക്രൂശിൽ വന്ന് മരിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ തരാൻ സ്വർഗത്തിലിരുന്ന് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്റെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ അവൻ വന്ന് കാൽവറി ക്രൂശിൽ മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അപ്പൊ യേശു സ്വർഗത്തിലിരുന്ന കർത്താവ് ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചത് നമ്മുടെ തുമ്മല് മാറ്റാനോ പനി മാറ്റാനോ നമുക്ക് ഒരു പീറ കാട് തരാനോ ഒന്നും അല്ല. കർത്താവ് ഭൂമിയിൽ വന്ന് നമുക്ക് പകരമായി മരിച്ചത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാന്. അതിനുവേണ്ടി അവൻ മരിച്ചത്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രോഗത്തെയൊക്കെ അവൻ സൗഖ്യമാക്കുന്നുണ്ട്. അതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ അതിനാണ് കർത്താവ് വന്നെന്ന് പറയുന്നത് മറ്റൊരു സുവിശേഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രസംഗിക്കുന്നത് വേറൊരു യേശുവിനെയാണെന്ന്. ഒരു പശു യേശുവിനെയോ പാമ്പ് യേശുവിനെയോ അല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ തേജസ്സോടെ മുൻനിർത്തുവാൻ തന്റെ സ്വന്തം രക്തത്തെ ഒഴുക്കി കൊടുത്ത യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അല്ലാത്ത യേശു മറ്റൊരു യേശുവാണ്. ഒരു സാന്റാക്ലോസ് യേശു എന്ന് ഞാൻ സാധാരണ പറയും. സാന്റാക്ലോസിന്റെ പ്രത്യേകത അറിയാമല്ലോ. ക്രിസ്മസ് അപ്പൂപ്പൻ, ഒരു 50 പോക്കറ്റ് കാണും, എല്ലാ പോക്കറ്റിലും സമ്മാനങ്ങളുണ്ട്. അപ്പൊ പിള്ളേര് സാന്റാക്ലോസിനെ കാണുമ്പോൾ എല്ലാം ഓടിക്കൂടും. കാണാൻ ഭയങ്കര രസമല്ലേ, കുളവേലൊക്കെ തുള്ളി തുള്ളി വരും. അപ്പൊ എല്ലാവരുടെയും കണ്ണ് സാന്റാക്ലോസിന്റെ മുമ്പിലാ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാന്റാക്ലോസ് ഓരോ പോക്കറ്റിൽ നിന്ന് ഓരോ സമ്മാനം എടുത്ത് ഓരോ പിള്ളേർക്ക് കൊടുക്കും. സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? സാന്റാക്ലോസിനെ നോക്കിക്കൊണ്ടിരുന്ന പിള്ളേർ ഇപ്പൊ നോക്കുന്നത് സമ്മാനത്തേലോട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ സമ്മാനവുമായിട്ട് വീട്ടിൽ പോകും. സാന്റാക്ലോസ് കരഞ്ഞുകൊണ്ട് സാന്റാക്ലോസിന്റെ വീട്ടിലും പോകും. ഇതുപോലാണ് ക്രൂസൈഡിലെ മറ്റൊരു യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം. സാന്റാക്ലോസാ. പക്ഷെ പ്രിയമുള്ളവരെ, യേശു ഒരു സാന്റാക്ലോസ് യേശു അല്ല. അവൻ കർത്താവാണ്. അവനെ പ്രസംഗിക്കേണ്ടത് നിന്റെ ഭാവി നിർണയിക്കുന്ന വിധികർത്താവാണ് യേശു. നീ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന ന്യായകർത്താവാണ് യേശു. അവന്റെ മുമ്പിൽ അലറി കരഞ്ഞുകൊണ്ട് പത്രോസ് കരഞ്ഞതുപോലെ അലറിക്കരഞ്ഞ്, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അലറിക്കരയണം. അതൊക്കെ ആയിരുന്നു പഴയ കൺവെൻഷനുകളിൽ നടന്നിരുന്നത്. ഇന്ന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സാധാരണ പറയുമല്ലോ, എന്തിനാ ആളുകൾ രക്ഷിക്കപ്പെടുന്നത്? എന്തിനാ ആളുകൾ യോഗത്തിന് വരുന്നത്? എന്തിനാ യേശുവിന്റെ അടുത്ത് വരുന്നത്? അവർ കേട്ടത് മറ്റൊരു യേശുവിനെയാണ്. ആ യേശു അവരെ നിയന്ത്രിക്കാൻ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാണ്, അത് പ്രസംഗിക്കാൻ സമയമില്ല. നമ്മള് പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ അത് പെട്ടെന്ന് പറയാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. 32-ാം അധ്യായത്തിൽ നമുക്ക് അറിയാമല്ലോ, അവിടെ നമ്മൾ കാണുന്നത് മോശത്തിൽ ആണ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ അല്പം താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. എന്താ അവര് പറയുന്നതെന്ന് അറിയാമോ? അഹരോനോട് പറയാ, ഞങ്ങൾക്ക് ഈ മോശയുടെ ദൈവത്തെ ഒന്നും വേണ്ട. ഇപ്പം ഞാനിപ്പം നമ്മളെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ, അങ്ങേര് കയറി പോയിട്ടുണ്ട്, അവിടെ ഏതാണ്ട് നിയമമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരാണ്ട് പറയുന്നത് കേട്ടു. അപ്പൊ അയാളിങ്ങ് ഇറങ്ങി വരും, ഇതനുസരിച്ച് ജീവിച്ചോണം, ഇല്ലെങ്കിൽ നിന്നെ ദഹിപ്പിച്ചു കളയും, നിന്നെ കൊന്നു കളയും. ഞങ്ങൾക്ക് അങ്ങനത്തെ ദൈവത്തെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ട ദൈവം നിയമം ഒന്നും തരാത്ത ഒരു ദൈവത്തെയാണ്.
ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്താ. ഞങ്ങൾ എന്നാ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ആടാനും പാടാനും കളിക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോകുകയാണ്. ഞങ്ങളോട് നിയമം ഒന്നും പറയാത്ത, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ആട്ടവും പാട്ടും ഒക്കെ കണ്ട് തുള്ളുന്ന, രസിക്കുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കിത്താ. നിയമം പറയുന്ന ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. ഇത് പറയുമ്പോൾ മെഗാ ചർച്ച് പാസ്റ്റർമാരെല്ലാം പറയും, നോ പ്രോബ്ലം, ഞങ്ങൾ ഒരു യേശുവിനെ ഉണ്ടാക്കി തരാം. നിങ്ങൾ വന്ന് പാട്ട് പാടി കരങ്ങളെ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി, അത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ ഇവിടെ ഇട്ടാൽ നിങ്ങളോട് ഒരു ചോദ്യവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. നിനക്ക് 2 ഭാര്യയിലൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. ചോദ്യങ്ങൾ ചോദിക്കാത്ത ദൈവത്തെ ഞങ്ങൾ ഉണ്ടാക്കി തരാം. നീ ആടുകയും പാടുകയും ചെയ്താ മതി. തിന്നെ കുടിക്ക് ആനന്ദിക്ക്. അഹരോന്റെ ആ കാളക്കുട്ടിയുടെ മുമ്പിൽ ജനങ്ങൾ തുള്ളിച്ചാടിയതുപോലെ ഈ ന്യൂ ജനറേഷൻ സഭയിലൊക്കെ നിന്ന് ആളുകൾ തുള്ളുക. മുന്നിലിരിക്കുന്നത് കാളക്കുട്ടിയാണെന്ന് ആരും അറിയുന്നില്ല. നിയമം അനുസരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ട. അവർക്ക് പറ്റുന്ന ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം പോലെ ന്യൂ ജനറേഷൻ ആൾക്കാരുണ്ട്. അതാണ് മറ്റൊരു യേശു. ചോദ്യം ചോദിക്കാത്ത യേശു, വിശുദ്ധ ജീവിതം ആവശ്യപ്പെടാത്ത യേശു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അവിടെ ആള് കൂടും. എന്തുകൊണ്ടാ കൂടുന്നതെന്നറിയാമോ? അവിടെ ചോദ്യങ്ങളില്ല, പറച്ചിലില്ല, നിയമങ്ങളില്ല. നമ്മുടെ ചിന്ത, എന്നോട് തന്നെ ആളുകൾ ചോദിക്കും, ബ്രദർ ഈ പ്രസംഗിച്ച് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ആര് വരും? നോക്ക്, അങ്ങോട്ട് നോക്ക്, എത്ര പേരാ അവിടെ വരുന്നത്. ഞാൻ അവിടെ പറയുന്നത്, 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന ഇസ്രായേലിൽ യഹോവയുടെ പക്ഷത്തിലുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ഗോത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1000 പേരുണ്ടായിരുന്നെങ്കിൽ 90 പേരെ യേശുവിന്റെ കൂടെ നിൽക്കാൻ പോയുള്ളൂ. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോ ഇച്ചിരി കൂടെ കൂടുതലാ, പ്രശ്നമാ. 5000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് 5000 അല്ല കാര്യം, പെണ്ണുങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ല, പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും ഒരു 2000 പിള്ളേരും, 12000 പേരുണ്ടായിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോ 12 പേരെ ഉള്ളായിരുന്നു. അതായത് 1000 പേരിൽ ഒരാൾ മാത്രമായി യേശുവിനെ പിൻപറ്റിയത്. പക്ഷെ യേശു കോംപ്രമൈസ് ചെയ്തില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും പോകല്ലേ, പ്ലീസ്, നിങ്ങൾക്ക് എന്താ കൺസെഷൻ വേണേ തരാമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം കാളക്കുട്ടിയുടെ മുമ്പിൽ ആടാനും പാടാനും തുള്ളാനും ആള് കിട്ടും. ന്യൂ ജനറേഷനിലെ ആള് കൂടുന്നതിന്റെ കാര്യം നിയമമില്ലാത്ത ദൈവത്തെയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. ജോയൽ ഓസ്റ്റിൻ പറഞ്ഞ അതാണ്, I don't ask any questions. I just want you to feel good in my church. When you come to my church, you need to feel good. നിങ്ങൾ എന്റെ സഭയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാകും. എന്റെ പൊന്നു ജോയൽ, ഈ ഫീലിംഗ് ശ്രീ രവിശങ്കറിന്റെ മീറ്റിങ്ങിന് പോയാലും കിട്ടും. അവിടെയും ചോദ്യങ്ങളൊന്നുമില്ല. ഹിൽസോങ്സിന്റെ കാർലൻസ്, ന്യൂയോർക്കിലെ പാസ്റ്റർ, അയാളോട് ഒരു TV അവതാരിക ചോദിച്ചു, ഞാൻ കണ്ടതാ, ഒരു ചോദിച്ചു, why don't you speak against homosexuality and other sexual immorality? That's not my problem. I don't look how people live. Even Jesus didn't speak about morality. അവൻ ഏത് ബൈബിളാ വായിക്കുന്നതെന്ന് എനിക്ക് സംശയമായി. യേശു മൊറാലിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന്. ഇഷ്ടംപോലെ ചാടാനും തുള്ളാനും ആള് കിട്ടും. നമ്മുടെ പിള്ളേർക്കും ഉണ്ടല്ലോ, ഹിൽ സോങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് തുള്ളു തല്ലിയും. ചോദ്യങ്ങളില്ല, പറച്ചിലില്ല, നിയമങ്ങളില്ല. പക്ഷേ അഹരോന്റെ കാളക്കുട്ടിയാ മുന്നേ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. മറ്റൊരു യേശുവാ. കാളക്കുട്ടിക്ക് യേശു എന്ന് പേരിട്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വേദോസ് തന്നെ കാണുന്നത്.
കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അഹരോൻ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഹരോൻ 4-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവർ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. ആർക്കാ ഉത്സവം? യഹോവയ്ക്ക്. പക്ഷെ ആരാ അവിടുത്തെ ദൈവം? കാളക്കുട്ടി. ഇതുപോലെ മെഗാ ചർച്ചുകാരൻ യേശു കർത്താവിനെ നമുക്ക് വാഴ്ത്താം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്നത് കാളക്കുട്ടിയാണെന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് വ്യക്തമായി സംസാരിക്കുവാനിടയായി. പ്രിയരെ, ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാവരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി, അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി വളരെ ശക്തിയോടെ നിൽക്കുവാൻ ഈ തലമുറയിൽ നമ്മൾ ശ്രമിക്കേണ്ടുന്ന, പോരാട്ടം കഴിക്കേണ്ടുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി അവസാനം വരെയും വിശ്വസ്തത നിൽക്കുവാൻ കഴിയട്ടെ. കർത്താവിൻ പ്രിയദേവദാസിലൂടെ നമ്മൾ കേൾപ്പിച്ചതുപോലെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടം, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടം, ജനത്തിന് ഇമ്പകരമായ, കർണരസകരമായ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവായ ദൈവത്തെ, ന്യായം വിധിക്കുവാൻ കഴിയുന്ന കർത്താവിനെ വ്യക്തമായ അവബോധത്തോടുകൂടെ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് വന്ന് അവിടുത്തെ പ്രത്യാഗമനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുങ്ങി ഈ ദിവസങ്ങൾ കാത്തിരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ഒരുമിച്ച് വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടുന്ന ദൈവിക സന്ദേശങ്ങൾ അറിയിച്ച പ്രിയ കത്തുദാസൻ, പ്രിയ പാസ്റ്റർ സാജു മാത്യു അവർക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയ സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രിയ കത്തുദാസനെ ദൈവം അധികമായി സഹായിക്കട്ടെ. കടന്നു പോകുന്ന എല്ലാ സ്ഥാനങ്ങളിലും ഈ തലമുറയുടെ ശബ്ദമായി ദൈവം തുടർന്നും ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കലൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ ഇതിന്റെ ലൈവിന്റെ കാര്യങ്ങൾ മറ്റും ചെയ്ത പ്രിയ ജസ്റ്റിൻ, അതുപോലെ തന്നെ പ്രിയ ഗിഫ്റ്റൻ അച്ചായൻ, അതുപോലെ പ്രിയ ജിൻസ് അച്ചായൻ, അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയ സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും കർത്താവ് നമ്മോട് സംസാരിച്ചു. കേട്ട ദൈവിക വചസ്സുകൾക്ക് മുമ്പ് പ്രത്യേക പ്രിയ കത്തുദാസനെ, സൂക്ഷകളെ, യാത്രകളെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ കത്തുദാസൻ പാസ്റ്റർ ജിനു മാത്യു UK അവർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രമപ്പ. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസൻ സാജു പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനിൽ കൂടി ശക്തമായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയും ഞങ്ങളോട് ദൈവം സംസാരിച്ചതിനായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അന്ത്യനാളിൽ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കുവാൻ, കർത്താവെ, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, കർത്താവെ, ഞങ്ങളെ ചേർക്കുവാൻ വേഗം വരുന്ന കർത്താവിന്റെ മുമ്പിൽ കർത്താവെ, ഓരോ ദിവസവും കർത്താവെ നന്നായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. പിശാചാരെയും വഞ്ചിക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻപോട്ട് ഉള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോടുകൂടി ജീവിപ്പാൻ, കർത്താവെ, തിരുവചനം എന്തു പറയുന്നു അതിൻ പ്രതി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവിടുന്ന് ശക്തമായി ഇനി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ കൃപ കൊണ്ട് അവിടുന്ന് വഴി നടത്തണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. വിശ്വസ്തരായി അന്ത്യത്തോളം നിൽക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കർത്താവെ ഭൂലോകത്തിലൊക്കെയും പറയുവാൻ ദൈവം ഇനിയും കർത്താവെ അവിടുന്ന് ശക്തിയും ബുദ്ധിയും കർത്താവ് കൊടുത്ത് ദൈവം അവിടുന്ന് മാനിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ,
ഹല്ലേലൂയ. നെടുങ്ങാടപ്പള്ളി സഭയ്ക്കായി, ബെർസബായി, IPC ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിരുകളെ ദൈവം വിശാലമാക്കണം. ദൈവത്തിന്റെ കൃപയെ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദാസൻ ഫെയ്ത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ശുശ്രൂഷകളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. വിശ്വാസി കുടുംബങ്ങളെ എല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. രാത്രികാലം നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ക്രൂശിന്റെ മറവിൽ ദൈവം ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ത്യത്തോളം ദൈവത്തിന്റെ വചനവുമായി കർത്താവെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ അവിടെ ഇവിടങ്ങളിൽ ദൈവം ഉപയോഗിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് രാത്രികാലം വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ അഭിഷക്തനോടും ഞങ്ങളോട് ഓരോരുത്തരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാർക്കും എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രിയ സാജു സാറിനോടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. നമ്മുടെ വെള്ളിയാഴ്ച നമുക്ക് ഒരിക്കലൂടെ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് പ്രിയ കത്തുദാസൻ പാസ്റ്റർ ഷിബു മാത്യു നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും.